കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. നമ്മൾ 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസത്തിലേക്കാണ് കടന്നു വരുന്നത്. ഇതൊരു ഇങ്ങനെ ഇരുന്ന് വചനം പഠിക്കുക എന്ന് പറയുന്നൊരു തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർച്ചയായി കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയുന്നത്, തുടർച്ചയായി ഇത്രയും സംസാരിക്കാൻ കഴിയുന്നതും എനിക്കും വളരെ അനുഗ്രഹമാണ്. നമ്മൾ ഈ 4 ദിവസം പറഞ്ഞത് ഞാൻ ഒരു 5-10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങളോട് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ, അതാണ് നമ്മൾ ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ പറയും. അതായത് വിഹഗ വീക്ഷണം. വിഹഗം എന്ന് പറയുന്ന പക്ഷിയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്നൊരു ബേർഡ് നോക്കുമ്പം താഴെ ഭൂമി എങ്ങനെ കാണുന്നു, അതുപോലെ ദൈവം നോക്കുമ്പോൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രൊഫറ്റിക് ഐ വ്യൂ എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെയും നമ്മുടെ ജീവിതത്തെയും ഒരു പ്രൊഫറ്റിക് ഐ വ്യൂ, അതായത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതം എത്ര മനോഹരമാണെങ്കിലും എത്ര മോശമാണെങ്കിലും ദൈവത്തിന് മുൻപിൽ അത് അക്സെപ്റ്റബിൾ അല്ല. അതിൻ്റെ കാരണം നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന നന്മകൾ, നീതികൾ, മഹത്വം, 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. നമ്മൾ ചെയ്തു വരുന്ന നന്മകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നീതിപ്രവൃത്തികൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ മഹത്വം, ഇതെല്ലാം സ്വാഭാവിക ജീവനിൽ നിന്ന് വരുന്നതാണെന്നും ദൈവത്തിന് അവൻ്റെ പുത്രനിലൂടെ ഇതിൻ്റെ എല്ലാം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുമെന്നും സ്വർഗീയ ജീവൻ്റെ ആ ശക്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുമെന്നുമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്തായാലും അതല്ല ദൈവത്തിന് വേണ്ടത്. ക്രിസ്തു എങ്ങനെ ജീവിച്ചോ ആ ജീവിതമാണ് ദൈവത്തിന് വേണ്ടത്. ആ ജീവൻ നമ്മളിൽ എങ്ങനെ വർക്കാവും എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ടു ലീവ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും മാനസാന്തരവുമാണ്. വിശ്വാസം, ടു ബിലീവ് ദാറ്റ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ്സ്, ഞാനല്ല എന്ന് വിശ്വസിക്കാൻ വേണ്ടി, അത് തന്നെയാണ് മാനസാന്തരവും. ഫെയ്ത്ത് ആൻഡ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഫെയ്ത്ത് ഉണ്ടോ അത്ര ഡിഗ്രി മാനസാന്തരം ഉണ്ടോ. നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന വിശ്വാസത്തിനകത്ത് മാനസാന്തരത്തിൻ്റെ ആവശ്യം അത് സെപ്പറേറ്റാണ്. മാനസാന്തരം ഈ സെപ്പറേറ്റ്. അതായത് നീ നന്നായാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും, നന്നാവുക, ദൈവം അനുഗ്രഹിക്കുക, രണ്ടും രണ്ട്. അതാ വിശ്വാസം സാധാരണഗതിയിൽ. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വിശ്വാസം അതല്ല. നിങ്ങൾ മരിച്ചാൽ ക്രിസ്തു ജീവിക്കും. ഞാൻ മരിച്ചു എന്നതും എൻ്റെ വിശ്വാസമാണ്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ ജീവനോടുണ്ട്. നോക്കുമ്പോൾ കാഴ്ചയിൽ ഞാൻ ജീവനോടുണ്ട്. എന്നാൽ ഞാനല്ല ജീവിക്കുന്നത് എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ കാണാത്ത ഒരു കാഴ്ച വിശ്വസിക്കണം. ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ മരിച്ചു. ഇത് ശരിക്കും എൻ്റെ വിശ്വാസമായി മാറി. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ മരണത്തിൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകുമ്പോൾ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോടും ഞാൻ അപ്പോൾ തന്നെ അനുരൂപനാവുകയാണ്. ഒരേ സമയത്ത് തന്നെ എൻ്റെ മരണവും യേശുവിൻ്റെ ജീവനും അനുഭവിക്കാൻ വേണ്ടിയാണ് നമുക്ക് വിശ്വാസം നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്തുവിൻ്റെ ജീവനിലേക്കാണ് നടത്തുന്നത്, നമ്മുടെ ജീവനിലേക്കല്ല. ഇതൊരു പരാജയപ്പെട്ട ജീവിതമല്ല. ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു ജയജീവിതമാണ്. പാപത്തെ ജയിക്കുന്ന ജീവിതമാണ്, സാത്താനെ ജയിക്കുന്ന ജീവിതമാണ്, ഭയങ്കര ആനന്ദം നിറഞ്ഞ ജീവിതമാണ്. എനിക്ക് ആ ജീവിതത്തിൻ്റെ എല്ലാം ക്വാളിറ്റീസും കൂടെ നിങ്ങളെ പറഞ്ഞ് ഒന്ന് സന്തോഷിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സമയം എന്തുമാത്രം ഉണ്ട് എന്നറിയില്ല. യേശു നമുക്ക് തന്ന പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കാനുള്ളൊരു കഴിവാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വലിയ സമ്പത്ത് ലഭിക്കുകയാണ്, ലൗകികമായ സമ്പത്ത് ലഭിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് അവിടെ കടമുണ്ട്, 100 രൂപ കടമുണ്ട്, 200 രൂപ കടമുണ്ട്, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. എന്താ കാര്യം? ഈ വലിയ സമ്പത്ത് വരുമ്പോൾ ഇതെല്ലാം തീർന്നു പൊക്കോളും നമുക്കറിയാം. അതുപോലെ നമ്മൾ ഏത് ദുഃഖത്തിൻ്റെ നടുവിലാണെങ്കിലും ആഘോഷിച്ചാർക്കാവുന്ന ഒരു സന്തോഷം
ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ആനന്ദമാണ് മിഷണറിമാരെ ഉണ്ടാക്കിയിട്ടുള്ളത്. CT സ്റ്റഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനും വലിയ പ്രഭുവുമൊക്കെ ആയിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി അവസാനം ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം മരിക്കും. ആഫ്രിക്കയിൽ അദ്ദേഹം താമസിച്ചിരുന്ന കുടിലിന് ബക്കിംഗ്ഹാം പാലസ് എന്ന പേര് വെച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെക്കാളും വലുതായിരുന്നു ബക്കിംഗ്ഹാം പാലസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാളും സുഖം ഈ കുടിലാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം യഥാർത്ഥ കൊട്ടാരം, രാജാവ് എവിടെ വസിക്കുന്നു എന്നുള്ളതാണ് കൊട്ടാരം. ഇപ്പോൾ CT സ്റ്റഡിൻ്റെ രാജാവ് ആ കുടിലിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതായിരുന്നു അവന് കൊട്ടാരം. നമുക്ക് ആനന്ദമുണ്ടാക്കുന്നത് ഈ ലോകത്തിലെ വസ്തുക്കളല്ല, നമുക്ക് ആനന്ദമുണ്ടാക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് പിരിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഹാരമുണ്ട് എന്ന് സങ്കല്പിക്കാനേ പാടുള്ളൂ, പ്രതീക്ഷിക്കരുത്. ഈ സൈഡിലെ ഡോറിലൂടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് കഞ്ഞിയും പയറും, അപ്പുറത്തെ നേരെ ബാക്ക് ഡോറിലൂടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബിരിയാണിയും ചിക്കനും കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങും? ബിരിയാണി ചിക്കനും വഴി ഇറങ്ങുള്ളൂ. നമ്മുടെ മലയാളികൾ ഒരു വീരവാദം മുഴക്കാറുണ്ട്, ഞങ്ങൾക്ക് ചോറാ ബ്രദറെ ഇഷ്ടം, കഞ്ഞിയാ ബ്രദർ. ചുമ്മാതാ. ഞങ്ങളുടെ മകളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഞങ്ങൾ 125 പേരെ വിളിച്ചത്. അപ്പം ഞങ്ങൾ ഈ പാചകം നടത്താൻ വന്ന ആളോട് പറഞ്ഞു, എല്ലാവരും പറയുന്നത് ചോറ് മതി എന്നാണ്, അപ്പം ഒരു 50-50 ആക്കിയാലോ? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്തായി പറയുന്നത്? ഇവരൊക്കെ ഇങ്ങനെ പറയും, പക്ഷെ തക്ക സമയത്ത് എല്ലാവരും ബിരിയാണി കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 125 പേർക്കും ഫ്രൈഡ് റൈസ് ചിക്കൻ ഉണ്ടാക്കിയേക്കാം, ബാക്കിയുള്ള ഒരു 10-20 എക്സ്ട്രാ റൈസ് കരുതിയാൽ മതി എന്നുള്ളി പറഞ്ഞു. ഇനി ആരെങ്കിലും വലിഞ്ഞു കയറി വന്നാൽ, കല്യാണ വസ്ത്രം ഇല്ലാത്ത ആരെങ്കിലും വന്നാലും ആഹാരം കൊടുക്കണം. പക്ഷേ അവസാനം ബാക്കി വന്നത് ആ ചോറേ ഉള്ളൂ. നമ്മുടെ സ്വഭാവം അത്, അങ്ങോട്ടേ പോകുള്ളൂ. പക്ഷെ സപ്പോസ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ ആരാ? ക്രിക്കറ്റ് സ്റ്റാർ മതി, സിനിമാ സ്റ്റാറൊന്നും വേണ്ട, ക്രിക്കറ്റോ ഫുട്ബോളോ വേണ്ട, റൊണാൾഡോ അല്ലെ മെസ്സി ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ? അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷമായി. ഉച്ചയ്ക്ക് പുള്ളി പറയുകയാണ്, എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട, കഞ്ഞിയും പയറും മതി എന്ന് പറഞ്ഞ് കഞ്ഞിയും പയറും കുടിക്കാൻ പോയാൽ ഒരു 5-6 പിള്ളേരെങ്കിലും പുള്ളിയുടെ കഞ്ഞി കുടിക്കാൻ പോയില്ലേ? പോയില്ലയോ? അപ്പം ശരിക്കും സന്തോഷം തരുന്നത് ബിരിയാണിയാണോ കഞ്ഞിയും പയറാണോ എന്നുള്ളതല്ല, കൂടെ ആരാ ഉള്ളതെന്നാണ്. അപ്പോൾ യഥാർത്ഥ ആനന്ദം തരുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രമോ, നമ്മൾ കഴിക്കുന്ന ആഹാരമോ, നമ്മൾ സഞ്ചരിക്കുന്ന കാറോ, നമ്മൾ ജീവിക്കുന്ന വീടോ അല്ല, ആരാണോ ഈ വീട്ടിൽ നമ്മുടെ കൂടെ ഉള്ളത്, അതാണ് സന്തോഷം. അപ്പോൾ ക്രിസ്തു നമുക്ക് തരുന്ന ആനന്ദം എന്ന് പറയുന്നത് അവൻ്റെ ആത്മാവിനാൽ തരുന്ന ആനന്ദം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആനന്ദമാണ്. ഈ ആനന്ദം പോയാൽ നമ്മൾ പാപം ചെയ്യും. ഇപ്പോൾ പാപം തരുന്ന വലിയൊരു പ്ലഷറുണ്ട്, പ്ലഷർ. ഈ പ്ലഷറിനെ അതിജീവിക്കാൻ നമുക്ക് ആനന്ദം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് പിള്ളേർ പാപം ചെയ്യുന്നത്? പിള്ളേരല്ല, വലിയവരും. ഈ പാപത്തിനകത്തൊരു രസമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാളുടെ കുറ്റം കേൾക്കുമ്പോൾ എനിക്ക് വയറുവേദന വരുന്ന ഒരു അലർജി എനിക്കുണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് വിചാരിച്ചു. ഉടനെ ഒരാൾ വന്നിട്ട് അയാളുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയും, പ്ലീസ് ബ്രദർ ഉപദ്രവിക്കരുത്, എനിക്കൊരു രോഗമുണ്ട്. ആരുടെയും കുറ്റം കേട്ട ഉടനെ വയറുവേദന തുടങ്ങും. ഞാൻ ജീവിതത്തിൽ ആരുടെയും കുറ്റം കേൾക്കാൻ പോകത്തില്ല. കാരണം എന്താ? വയറുവേദന വരും. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്കങ്ങനെ ഒരു വയറുവേദന വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുറ്റം കേൾക്കുമ്പോൾ എന്തോ ഒരു രസമാണ്. അതുകൊണ്ട് പിന്നെയും കേൾക്കാൻ തോന്നും. അപ്പോൾ ഈ രസമാണ് നമ്മളെ കൊണ്ട് പിന്നെയും പാപം ചെയ്യിപ്പിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ ദേഹമാക്കി ഇച്ചിങ്ങി വരുന്ന രസം കൊണ്ട് ജീവിതത്തിൽ ആരും പാപം ചെയ്യത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, ഇതിനകത്ത് രസം, ഈ രസമാണ് നമ്മളിതിന് അടിമയാക്കുന്നത്, അല്ലേ? ലോകത്തിൽ എന്ത് വസ്തുവിലും ഒരു രസമുള്ളതുകൊണ്ടാണ്, ആ രസത്തിനാണ് നമ്മൾ അടിമകളാകുന്നത്. ബിരിയാണി കഴിക്കാൻ പോകുന്നത് ഇതിനകത്തില്ലാത്തൊരു രസം അവിടെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം പിശാച് നമ്മളെ അടിമയാക്കിയിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒരു രസം പകർന്നുകൊണ്ടാണ് നമ്മളെ അടിമകളാക്കി. ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും ലോകത്തിലെ എന്തിനായാലും ഒരു രസം പകർന്നുകൊണ്ടാണ് പിശാച് നമ്മളെ അതിന് അടിമയാക്കുന്നത്. ഈ രസത്തിൻ്റെ പിന്നാലെ ഇന്ന് പിള്ളേർ മുഴുവൻ. എവിടെ ഒരിത്തിരി രസം കേൾക്കുന്നത്? പ്രസംഗം കേട്ടാൽ രസം ഉണ്ടാവുമോ? അതാ ചിന്തിക്കുന്നത്. രസിക്കാൻ പറ്റുമോ? ഇപ്പോൾ പാസ്റ്റർമാരുടെയും, ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്, പാസ്റ്റർമാരുടെയും സ്റ്റുഡൻറ് ലീഡേഴ്സിൻ്റെ എല്ലാ ആഗ്രഹം രസിപ്പിക്കുന്ന ഒരു പ്രസംഗനെ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ്. കാരണം രസം ഈസ് വാട്ട് വി ആർ എൻക്വയറിങ്. ബോറടിക്കാൻ നമുക്ക് താല്പര്യമില്ല. മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ ഇരിക്കാൻ ആർക്കാ ഇഷ്ടം?
അപ്പോൾ ശരിക്കും അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ബോറടിക്കും. നമുക്ക് വേണ്ടത് കുറച്ച് രസം. ഈ പാപത്തിൻ്റെ രസം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പാപം എന്ന കുറ്റിയിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കയറാണ് രസം. നമുക്ക് വേണമെങ്കിൽ അത് അഴിച്ചെടുത്തുകൊണ്ട് പോവാം. പക്ഷെ രസം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് അഴിക്കാൻ തോന്നുന്നില്ല. അവിടെ അത് അഴിച്ചിട്ടിട്ട് പോടാന്ന് പറഞ്ഞ് പോകണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആനന്ദം ഇപ്പുറത്ത് വേണം. പക്ഷെ ഇന്ന് ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ആ ആനന്ദം നമുക്ക് പരിചയമില്ല. ക്രിസ്തു നമുക്ക് തരുന്ന ഒരു ആനന്ദം നമുക്ക് പരിചയമില്ല. എൻ്റെ കയ്യിലുള്ള ഒരു കാര്യം വേറൊരാൾക്ക് വേണ്ടി സാക്രിഫിഷ്യലായിട്ട് കൊടുത്ത് നീ എടുത്തോ എന്ന് പറയുമ്പം അവന് ആനന്ദം കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത് അല്ല, ആ കൊടുക്കുന്നവന് ആനന്ദം കിട്ടുന്നത്. ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു ആനന്ദം അനുഭവിക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടില്ല. അത് ദൈവം നൽകുന്ന ആനന്ദമാണ്. നിങ്ങൾ എന്തിനെ പിടിച്ചെടുക്കുന്നോ അതിനേക്കാളും ശക്തരാണ് നിങ്ങൾ എന്തിനെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ. ഓക്കെ, ഞാൻ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രിസ്തു അനുഭവിച്ച ആനന്ദം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ആ ജീവിതം, അവൻ പ്രാപിച്ച വിശുദ്ധി, നീതി, തേജസ്, ക്രിസ്തുവിൻ്റെ ധനം, ഇത് ഈ സഭയെ, വചനം കേൾക്കുന്ന നിങ്ങളെ മോഹിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ 5 ദിവസം ചെലവഴിച്ചതും വെറുതെയാണ്. കാരണം എൻ്റെ ലക്ഷ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കേട്ടിട്ട് ഈ വചനം എല്ലാം കാണാതെ പഠിക്കണമെന്നോ, റോമാലേഖനം എന്താണെന്ന് മനസ്സിലാവണമെന്നോ, എബ്രായ ലേഖനം എന്താണെന്ന് മനസ്സിലാവണമെന്നോ ഒന്നും എനിക്ക് പ്ലാനില്ല. ഒറ്റ പ്ലാനേ ഉള്ളൂ, എൻ്റെ ജീവിതം അല്ല ക്രിസ്തുവിൻ്റെ ജീവിതം എനിക്ക് വേണം. ആ ഒരു ഞരക്കം നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ ബാക്കി വചനമെല്ലാം കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചോളും. അതിനൊരു ഉപദേഷ്ടാവിൻ്റെ പോലും ആവശ്യമില്ല. യേശുവിൻ്റെ ആത്മാവാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതെങ്കിൽ, ആ ജീവനാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ആദ്യ ദാനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിച്ചോളും. 1 യോഹന്നാൻ 1:27 പറയുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. നിങ്ങളിൽ പകർന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കണം. പക്ഷെ ക്രിസ്തുവിൻ്റെ ജീവനാണെങ്കിലേ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാതെ നമ്മുടെ സ്വാഭാവിക ജീവന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ വിശ്വാസത്തെ ഉപയോഗിക്കുമ്പോൾ നമ്മളെന്നും ആശ്രിതരായിരിക്കും. അതായത് വേറൊരാൾ നമ്മളെ പഠിപ്പിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഈ യേശുവിൻ്റെ ജീവനിലേക്ക് പോകാൻ നമ്മൾ കുറേ അടിസ്ഥാന വിഷയങ്ങൾ സംസാരിച്ചു ഈ 4 ദിവസം കൊണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? ആത്മാവാണ് ജീവൻ പകരുന്നത്. ആത്മാവിൽ എന്തെങ്കിലും കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. ആത്മാവിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. ദൈവം പറയുന്ന ആത്മശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാമെങ്കിൽ, വചനത്തിൻ്റെ ക്ലാരിറ്റിയിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ക്രിസ്തു നടക്കുമായിരുന്ന ആ ഒരു ഇടുക്ക് വഴി നിങ്ങളുടെ മുൻപിൽ കാണുന്നുണ്ടെങ്കിൽ, അതിൽ പോകുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാനത് നിങ്ങളോട് ചോദിക്കുന്നില്ല. ഓരോ ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുമ്പോൾ യേശു ആണെങ്കിൽ പോകുമായിരുന്ന ആ വഴി എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് അകത്ത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ജീവനുണ്ട്. കാരണം ഏകസത്യതയുമായി നിന്നെയും നീ അയച്ചവനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നന്മതിന്മകളെ അറിയുന്നത് മരണവും, യേശുവിനെ അറിയുന്നത് ജീവനുമാണ്. അവനെ അറിയുന്നത് തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ, ഈ അറിവെന്ന് പറയുമ്പം നമ്മൾ അവനെ എനിക്കറിയാം എന്ന് പറഞ്ഞ എന്താർത്ഥം? അവൻ അങ്ങനെയാണെന്ന് എനിക്കറിയാം, അതാർത്ഥം. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. യേശുവിനെ എനിക്കറിയാമെന്ന് പറഞ്ഞ എന്താർത്ഥം? യേശുവാണ് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അതാരാ പറഞ്ഞു തരുന്നത്? ആത്മാവ് പറഞ്ഞു തരുന്നത്. അത് ആത്മാവ് തുടർച്ചയായി നമുക്ക് യേശുവിൻ്റെ ജീവൻ ഇങ്ങനെ പകർന്ന് തരുന്നത് എനിക്കിങ്ങനെ പറയാൻ വേണ്ടിയാണ്. യേശു ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. ആ അറിവാണ് നമുക്ക് കർത്താവിനെ കുറിച്ച് വേണ്ടത്. ഈ അറിവാണ് ജീവൻ. നിങ്ങൾക്കറിയാമോ യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്? ആത്മാവ് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ പ്രതിസന്ധിയിലും നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രൂശിലായിരിക്കുമ്പം, ഒരു വേദനയിലായിരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? നമ്മളെല്ലാം ബലഹീനരാണ്, നമ്മളതിന് വിടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലേ? വിടുതൽ ആഗ്രഹിക്കുന്നത് ശരിയാണ്, വിടുതൽ ദൈവം തരികയും ചെയ്യും. പക്ഷേ ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? യേശു ആയിരുന്നെങ്കിൽ. അത് ജീവനുള്ളവർക്ക് മാത്രമേ
കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ എന്ത് ചെയ്യുന്നു? ജീവനെ നൽകും. ഇതുവരെയുള്ള വന്നവരെല്ലാം അറുപ്പാനും മുടിപ്പാനും വന്നു, ഞാനോ ആടുകൾക്ക് ജീവൻ നൽകാൻ വേണ്ടി വന്നു. അപ്പം ഈ ചേസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ ചേസിൻ്റെ ജീവിതം തന്നെ ജീവിക്കാമായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ പകർന്ന യേശുവിൻ്റെ ജീവൻ ആത്മാവിൽ എനിക്ക് അറിയാനും അനുഭവിക്കാനുമുള്ള ഒരു അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ യേശുവിനെ അറിയാൻ തീരുമാനിച്ചു. അപ്പം ഇത് നമ്മുടെ ഒരു ചോയ്സും കൂടെയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടത്? ഞാൻ തന്നിട്ടുണ്ട്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരുടെ കാര്യമായിരുന്നോ വലുത്? ഓക്കെ, അത് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്കൊരു പരാതിയും പറയാനില്ല. അപ്പം അവിടെ ജീവൻ എന്തിയെ, നീതി എന്തിയെ, തേജസ് എന്തിയെ എന്നൊക്കെ ചോദിച്ചാൽ പറയും, നിങ്ങൾ ചോദിച്ചതല്ല, ഞാൻ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടാതിരുന്ന കാര്യം ഞാൻ എന്തിനാണ് നിർബന്ധിച്ചു തരുന്നത്? അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഓടിയ ഓട്ടം എൻ്റെ തന്നെ ജീവിതമായിരുന്നെന്നും അതിൻ്റെ എൻ്റെ മരണമായിരുന്നെന്നും ക്രിസ്തുവിൻ്റെ ജീവൻ എന്നെ മോഹിപ്പിച്ചിട്ടില്ലെന്നും അതെനിക്ക് ആകർഷകമായി തോന്നിയിട്ടില്ലെന്നും. ഇത് ഇന്ന് സഭകളിൽ കാണുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, യേശുവിനോട് അവർക്കുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി. യേശു എന്ന പേരിനെ ഇഷ്ടമാണ്, കാരണം പേരുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. പക്ഷേ യേശു എന്ന വ്യക്തി അനുഭവിച്ച അനുഭവങ്ങൾ, ആ പോയ വഴി, ഇതൊന്നും നമുക്കൊരു സ്നേഹം ഉണ്ടാക്കുന്നില്ല നമ്മളിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത്, ശരിക്കും ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് പോകണമെങ്കിൽ, അവൻ്റെ പരിജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ, ഈ വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? യേശുവിൻ്റെ പരിജ്ഞാനം, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിലെ കർത്താവ് എനിക്കൊരു ഓപ്ഷൻ തന്നു, ഇനി മുമ്പോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോ. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോഴും എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുമ്പോഴെല്ലാം എനിക്ക് ഈ ചോയ്സും കൂടെ ഉണ്ടായിരുന്നു. ഏത് ചോയ്സാണ്? യേശു നടന്ന വഴിയും കൂടെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പകാലം തൊട്ടേ യേശുവിൻ്റെ ജീവൻ അനുഭവിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആ ചാൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ വഴി കാണാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പുറകിലത്തെ ലൈഫ് നോക്കുമ്പോൾ ഒരാശ്വാസമുണ്ട്. പിന്നെ ഒരാഗ്രഹം, കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ, ഒരു 12-14 വയസ്സിലെങ്കിലും, ഒരു 15 വയസ്സിലെങ്കിലും എനിക്കിത് കഴിഞ്ഞായിരുന്നെങ്കിൽ എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ട്. കാരണം അന്നേ കഴിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു കുറച്ചും കൂടെ വ്യത്യാസം ഇന്ന് കാണാൻ പറ്റിയേനെ. അതിനിടയ്ക്ക് കാണിച്ച മണ്ടത്തരങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ലൈഫിൽ ഏറ്റവും ഏർലിയസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ജീവന് വേണ്ടി ഓപ്റ്റ് ചെയ്യുമോ? കർത്താവെ, നീ ജീവിച്ചോളാം. അതിനർത്ഥം ജോലി ചെയ്യാതെ എല്ലാവരും സുവിശേഷ വേലയ്ക്ക് പോകണമെന്നല്ല. ഏത് സ്ഥലത്തും യേശു ക്രിസ്തു കാർപ്പൻ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പണി ചെയ്യുന്നവർക്കും യേശു പ്രതിനിധിയാണ്. സുവിശേഷ വേല ചെയ്യുന്നവർക്കും യേശു പ്രതിനിധിയാണ്. അധ്വാനിക്കുന്നവർക്കും യേശു പ്രതിനിധി. അധ്വാനിക്കാതെ തിന്നാമെന്ന് കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല. ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെ ആക്കുമ്പോൾ തന്നെ അവരോട് തോട്ടത്തിൽ അധ്വാനിക്കാനാണ് പറഞ്ഞത്. പക്ഷെ വേർപ്പിൻ്റെ അസുഖം അവർക്കില്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേർപ്പിൻ്റെ അസുഖം ഉണ്ടായത്. അതുവരെ ആ കുഴപ്പമില്ല. ദേ നീഡഡ് ടു വർക്ക് ഹാർഡ് ഇൻ ദ ഗാർഡൻ. ക്രിസ്തുവും കഠിനാധ്വാനിയായിരുന്നു. രാവിലെ മർക്കോസിന് സുവിശേഷം വായിച്ചിട്ടുണ്ടോ? മർക്കോസിന് സുവിശേഷം വായിച്ച് നമുക്ക് ഭയം തോന്നും. അനന്തരം മലയാളത്തിൽ അനന്തരം അവൻ അവിടെ നിന്ന് പോയി, അനന്തരം അവനോട് നിങ്ങോട്ടും, അനന്തരം അവൻ രോഗികൾ നൗ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഒരു നിമിഷം ശ്വാസം വിട്ടിട്ടില്ല. രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കും. അത്ര കഠിനാധ്വാനിയായിരുന്നു കർത്താവ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അന്നത്തെ അധ്വാനം നല്ലപോലെ അധ്വാനിച്ച് ഉഴപ്പിത്തിരിഞ്ഞിരിക്കരുത്, പക്ഷെ നാളത്തെ കാര്യം ചിന്തിക്കേണ്ട. യു ഹാവ് എ ജോബ്, യു ഡു ഇറ്റ് ടുഡേ. ഡോണ്ട് ബോദർ അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. ഇന്ന് ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ നാളെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട വരത്തുമില്ല. അങ്ങനെയുള്ള ഒരു ലൈഫ്, എ പെർഫെക്ഷൻ ഇൻ ക്രൈസ്റ്റ്, അത് നമ്മുടെ പ്രവൃത്തിയാൽ വരുന്നതല്ല, അത് ക്രിസ്തുവിൻ്റെ ജീവനാൽ നമ്മളിൽ പകർത്തപ്പെടുന്നതാണ്. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതിൻ്റെ വ്യത്യാസം. ഇത് പകർത്തപ്പെടുമ്പോൾ, നമ്മൾ യേശുവിൻ്റെ ജീവൻ കാണുമ്പോൾ നമ്മൾ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. എൻ്റെ കർത്താവ്, എത്തിരി മുമ്പ് പാസ്റ്റർ പറഞ്ഞ പോലെ, ഐ ആം എ സീറോ, ഒന്നുമില്ല, എൻ്റെ ലൈഫ് ഈസ് ലൈക്ക് ഡസ്റ്റ്, ഒരു പൊടിയാണ്. അങ്ങനൊരു ഫീലിംഗ്, ഒരു ഡെസ്പറേഷൻ. അത് ഞാൻ പറഞ്ഞത് പാപത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് പറഞ്ഞ്, ഒരു തലത്തിൽ ആദ്യം നമ്മൾ അയ്യോ ഞാൻ ഒന്നിനും കൊള്ളത്തില്ലേ എന്ന് പറയുന്ന എൻ്റെ പ്രവൃത്തികൾ നോക്കിയിട്ടാണെങ്കിൽ, രണ്ടാമത്തെ തലത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന എൻ്റെ ഹൃദയത്തെ നോക്കിയിട്ടാണെങ്കിൽ, മൂന്നാമത്തെ തലത്തിൽ പൗലോസ് പറയുന്നത് അയ്യോ ഈ നാശകരമായ ശരീരം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ആഗ്രഹമുള്ളതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു നാശത്തിന് നൽകപ്പെട്ടൊരു ശരീരം.
ഇതെല്ലാം കൂടെ നമുക്ക് സെൻസ് ചെയ്ത് വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഒരു പാപവും ചെയ്യുന്നില്ലായിരിക്കാം, കള്ളം പറയുന്നില്ലായിരിക്കാം, മോഷ്ടിക്കുന്നില്ലായിരിക്കാം, വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം, 10 കൽപ്പനകളിൽ ഒന്നും ലംഘിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പാപത്തിൻ്റെ സെൻസിറ്റിവിറ്റി എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുമ്പം ഞാൻ 0 ലെവലിൽ നിന്ന് പിന്നെ 0 ലെവലിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാം എനിക്ക് കർത്താവിൻ്റെ കൃപ എൻ്റെ ബലഹീനതകളെ മറയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ അബ്സല്യൂട്ട്ലി 0 എന്ന് പറയുമ്പോഴും എനിക്ക് വിഷമമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഈ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കാൻ കാരണം എൻ്റെ ബലഹീനതകൾക്കൊരു പകരക്കാരൻ എനിക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ടാണ്. സോ ഐ റിജോയ്സ് ഇൻ ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് പലപ്പോഴും മനസ്സിലാകും എന്തിനാ നിങ്ങൾ ഈ പൗലോസ് പറഞ്ഞ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പുകഴുന്നു, പ്രശംസിക്കുന്നു എന്ന് പറയാൻ കാരണം എൻ്റെ പാപങ്ങളിലല്ല, എൻ്റെ ബലഹീനതകളിൽ. അതായത് എൻ്റെ ശരീരത്തിൻ്റെ ലിമിറ്റേഷൻ. ഞാൻ എവിടെ ലിമിറ്റഡ് ആയിരിക്കുന്നോ അവിടെ എനിക്ക് യേശുവിൻ്റെ ലിമിറ്റ്ലെസ് പവർ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബലഹീനതകളിൽ പ്രശംസിക്കുന്നത്. എനിക്ക് അത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ജീവിതം നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവും ബലഹീനനാക്കുന്നത് എങ്ങനെയാണെന്ന്. ദൈവം നമ്മളെ ചിലപ്പം ദൈവത്തിന് ബലഹീനനാക്കേണ്ടി വരും അവൻ്റെ ശക്തി കാണിച്ചു തരാൻ വേണ്ടി. ഞാൻ അങ്ങനെ ഒരു ബലഹീനനാകാൻ വേണ്ടി ഒരു കുറിപ്പടി പോലും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത് എൻ്റേതായിട്ടൊന്നും കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ രാവിലെ ആലോചിച്ചൊന്ന് കുറിച്ച് വെച്ചാൽ പിന്നെ ഓർത്ത് കർത്താവ് പറഞ്ഞോട്ടെ. അപ്പോൾ അവിടെ പൗലോസിൻ്റെയും പത്രോസിൻ്റെ ലൈഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാനായിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുക്കില്ല. ഈ ജാതികളെന്ന് പറഞ്ഞാൽ എല്ലാം ബുദ്ധിയുള്ളവരൊന്നുമല്ല, വെറും ബർബരന്മാരാണ്, ഒരു വിവരവും ഇല്ലാത്തവരാണ്. കൊരിന്ത് സഭയിലൊക്കെ വന്ന് കയറിയവരും യാതൊരു ബോധവും ഇല്ലാത്തവർ, ബർബരന്മാർ. അവിടെ ചെന്ന് പൗലോസ് എന്ത് പറയാനാ? പത്രോസിനെ എങ്ങോട്ട് വിട്ടേക്കുന്നേ? യഹൂദന്മാരുടെ ഇടയിലോട്ട്, സെന്നിദ്രീൻ സംഘത്തിൻ്റെ പരീശന്മാരുടെ അടുത്തോട്ട്. പത്രോസ് ഒരു മുക്കുവന. അവിടെ ആര് പോകുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലത്? പൗലോസ്. ഞാനാണെങ്കിൽ അവരുടെ അടുത്തോട്ട് ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനായ ഒരാൾ വന്നിട്ട് ഇതല്ല നീതി, യേശുവിൻ്റെ നീതിയാന്ന് പറയുമ്പോൾ ഒരു ഗമയുണ്ടല്ലോ. നമ്മൾ ഈ യാക്കോബയിലും കത്തോലിക്ക അച്ഛന്മാരൊക്കെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഒരു കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് തെറ്റാണ്, ഇതാണ് ശരി, യേശുവിൻ്റെ ആണ് ശരി, അങ്ങനെ പറഞ്ഞ അച്ഛന്മാർ എനിക്കറിയാം. അത് ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും, തീർച്ചയായിട്ടും അല്ലേ. ഇപ്പോൾ പൗലോസ് തന്നെ ചെന്ന് യഹൂദന്മാരുടെ സെന്നിധിരൻ സംഘത്തിൽ, അവൻ നേരത്തെ ഉണ്ടായിരുന്ന സെന്നിധിരൻ സംഘത്തിലും പരീശന്മാരുടെ സംഘത്തിലും എല്ലാം ചെന്ന് ഇത് കണ്ടോ, ഇതാണെന്ന് പറഞ്ഞ് അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുമായിരുന്നല്ലോ ഈ മീൻപിടുത്തക്കാരൻ എന്ന് പറയുന്നതിനേക്കാളും. പക്ഷെ കർത്താവ് എന്താ വിചാരിച്ചെന്നറിയോ? പൗലോസ് അവിടെ ചെന്നാൽ പൗലോസിൻ്റെ ജ്ഞാനം എടുത്ത് കറക്കും. പത്രോസിനാണെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനം ഇല്ല. അവൻ പോയി മണ്ടനെ പോലെ നിന്നോളും. അപ്പോൾ ആർക്ക് സംസാരിക്കാം? ദൈവത്തിന് സംസാരിക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ടാലൻ്റ് ദൈവം ഉപയോഗിക്കുന്നത്. ഐ എം സോറി, അല്ല, നമ്മുടെ ബ്രോക്കൺനെസ് ദൈവം ഉപയോഗിക്കുന്നത്. ഈ പാഠത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ താലന്ത് ഉരുട്ടിക്കൊണ്ടിരിക്കും. നോ ഹോപ്പ്. കാരണം എൻ്റെ ജീവൻ അല്ല അവന് വേണ്ടത്, അവൻ്റെ ജീവൻ എനിക്ക് തരുന്നത് അവന് വേണ്ടത്. പൗലോസ് എന്ന് നിൽക്കുന്ന വെറും ബർബരന്മാരുടെ മുമ്പിലാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ മുമ്പിൽ. ഇയാൾ വലിയ ഗ്രീക്ക് ഹീബ്രു ഉസ്താദ. ഹീബ്രുവിൽ ഇങ്ങനെ പറയുന്നു, ഗ്രീക്കിൽ ഇങ്ങനെ പറയുന്നു പറഞ്ഞാൽ അവന്മാർ ചിരിക്കും, ഒരു പിടിയും കിട്ടത്തില്ല. എന്നിട്ട് പൗലോസ് പറയാം, പ്രസംഗം പ്രസംഗിച്ച് ഞാൻ ബോഷത്വമായി പറയുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധി വെച്ച് നോക്കിയാൽ മണ്ടത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക. അവൻ്റെ ബുദ്ധി വെച്ച് നോക്കിയാൽ. കാരണം ഇവൻ്റെ ജ്ഞാനം പ്രയോഗിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല. അവിടെ അവൻ മണ്ടനാ, പിന്നെ ആര് സംസാരിച്ചോണം? അപ്പോൾ രണ്ടുപേരെ അവരുടെ ശക്തികളെ ബലഹീനമാക്കിയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. ഞാനതാ ഇന്നലെ പറഞ്ഞത്, നമ്മുടെ ആ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ പൊളിയാതെ യേശുവിൻ്റെ പർപ്പസ് നമ്മളിലൂടെ നിറവേറത്തില്ല. അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ പുറമേ ആളുകൾ കാണുന്ന ഈ ജീവിതം, ഈ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതും പാടുന്നതും. ഇന്ന് തന്നെ നമ്മൾ പാടിയൊരു പാട്ട് ആരാധിക്കാൻ കാരണമുണ്ടെന്ന് പറഞ്ഞപ്പം അതിനകത്തെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഉറ്റവരെല്ലാം നിന്ദിച്ചപ്പം, എല്ലാം കാൽവഴുതി പോയെന്ന് വിചാരിച്ചപ്പം അവരുടെ മുമ്പിൽ തന്നെ നമുക്ക് ആ പുറം പെയിൻറ്റ് മാത്രം മതി. ഈ പുറം പെയിൻ്റ് അടിക്കാൻ വേണ്ടി അല്ല കർത്താവ്, നമുക്ക് അകത്തുനിന്നുള്ള ജീവൻ പ്രകാശിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ പുറമോ? നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് വിട്ടേരെ. കാരണം വയലിലെ താമരയെയും ആകാശത്തിലെ പറവകളെയും
പരിപാലിക്കുന്നവന്, വയലിലെ റോസയെ വരെ ചമയ്ക്കാൻ കഴിയുന്നവന് നിങ്ങളെ എത്ര ചമയ്ക്കാൻ കഴിയും? അതിന് നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ നീതിയല്ലാത്തൊരു നീതിയുണ്ട്, നമ്മുടെ തേജസ്സല്ലാത്തൊരു തേജസ്സുണ്ട്, മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു തേജസ്സുണ്ട്, മനുഷ്യർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു നീതിയുണ്ട്, മനുഷ്യർക്ക് മാനസാന്തരപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ബലഹീനതയുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ ജീവൻ ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അടിസ്ഥാനപരമായിട്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പാപം എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്, തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഫൗണ്ടേഷൻസാണ് നമ്മൾ പ്രധാനമായിട്ടും 4 ദിവസം കൊണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞൊപ്പിച്ചത്. അതിൽ മാനസാന്തരം തീർന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇതെല്ലാം കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകൻ സ്നാനപ്പെട്ട നേരത്തെ എന്നോട് പറഞ്ഞു, ഒരു വാക്യം എനിക്ക് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു, ഒറ്റ വാക്യം ഓർത്താൽ മതി. ഗലാത്യർ 2:20-21 ഒന്ന് വായിക്കാം. 20-21 നമ്മൾ ഇന്നലെ വായിച്ചതാ. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇന്നലെ നിങ്ങൾ വീട്ടിൽ പോയപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെങ്കിലും പറഞ്ഞോ, ഓ ക്രിസ്തു ആണല്ലോ ജീവിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞോ? പറയിപ്പിക്കണോ ഈ 5 ദിവസത്തിനുള്ളിൽ? ഓക്കെ, ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അടുത്ത വാക്യം, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അപ്പോൾ there is a life by faith and there is a life by sight. Life by sight is my life and life by faith is Jesus' life. ഞാൻ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പൈസ ദൈവം തരുന്നുള്ളതല്ല. വിശ്വാസ ജീവിതം ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ളതാണ് വിശ്വാസ ജീവിതം. എത്രവർക്ക് മനസ്സിലായ വ്യത്യാസം എന്താണെന്ന്? നിങ്ങൾ പലരും പറയാറില്ല അത് വിശ്വാസ ജീവിതമാ ബ്രദറെ. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് മിഷണറിമാരാന്ന് പറയുമ്പോൾ ചോദിക്കും, ആരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഏതാ മിഷൻ? കാരണം എല്ലാവർക്കും അറിയേണ്ട നിങ്ങൾ മിഷൻ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആരാ പൈസ തരുന്നതെന്ന് അറിയണ്ടേ. കാരണം എല്ലാവർക്കും അറിയാം പൈസ ഇല്ലാതെ ഈ പണി നടക്കൂല. അപ്പം ഞങ്ങൾ പറയാം അതൊക്കെ വിശ്വാസത്താലാ ബ്രദറെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഞങ്ങൾ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് മേടിക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. വിശ്വാസം എന്ന ചൂണ്ടയുടെ അറ്റത്ത് എന്താ ഉള്ളത്? പൈസ. പക്ഷെ വിശ്വാസം നമുക്ക് എന്തിനു വേണ്ടി ഉള്ളതാ? പൈസ മേടിക്കാൻ വേണ്ടിയുള്ളതല്ല, യേശുവിനെ വാങ്ങാൻ വേണ്ടിയുള്ളതാ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരുന്നുണ്ടോ? അതാണ് വിശ്വാസത്തിന്റെ പർപ്പസ്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്ന ജീവൻ ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. കാരണം യേശു മരിക്കുമ്പോൾ ഞാൻ അവനിലുണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഹിം. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരായാലും ചെറുപ്പക്കാരായാലും വലിയവരായാലും ദേ ഹാവ് ആൻ ഓപ്ഷൻ ടു ലീവ് ജീസസ്. യേശുവിനെ ജീവിക്കാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി വേറൊരു സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ 4 പിക്ചേഴ്സ്, അതിൽ 3 പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ പിരിഞ്ഞത്. പുതിയ നിയമ മാനസാന്തരം ഈസ് ലൈക്ക് ഡെത്ത്, ഇറ്റ് ഈസ് ബ്രോക്കൺനെസ്, തകർച്ച. തകർച്ച എന്ന് പറയുമ്പോൾ സാമ്പത്തിക തകർച്ച എന്ന് അങ്ങനെ നിങ്ങൾ, കാരണം മനസ്സിൽ മുഴുവൻ സാമ്പത്തികമുണ്ട്. തകർച്ച എന്ന് പറഞ്ഞ ഉടനെ ബിസിനസ് തകർച്ച, സാമ്പത്തിക, അതല്ല. ദ ബ്രോക്കൺനെസ് ഓഫ് ദാറ്റ് ഔട്ടർ മാൻ, പുറം മനുഷ്യൻ പൊളിയുന്ന അവസ്ഥ. ഇതിന് 4 പിക്ചേഴ്സ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒന്ന്, ബ്രെഡ്, നുറുക്കപ്പെടുന്ന ശരീരം. മറ്റൊന്ന്, നിലത്ത് വീണ് ചാകുന്ന ഗോതമ്പ് മണി. മൂന്നാമത് നമ്മൾ കണ്ടത് പൊട്ടിച്ചു കളയുന്ന അലബാസ്റ്റർ ബോക്സ്, വെൺകൽഭരണി. ഇതെല്ലാം യേശുവിൻ്റെ ധനം കണ്ടിട്ട് സംഭവിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ധനം മനസ്സിലാക്കിയ ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. ഇനി 4മത്തേത് ഏറ്റവും നിർണായകമായ കാര്യം. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് സുവിശേഷീകരണത്തിലെല്ലാം പ്രയോജനപ്പെടാവുന്ന ഒരു കാര്യമാണ്. ദേവാലയത്തിലെ തിരശ്ശീല എൻ്റെ മുകൾ തൊട്ട് താഴെ വരെ 2ആയി കീറിപ്പോയി. ഇത് മുകൾ തൊട്ട് താഴെ വരെ, മുടി മുതൽ അടി വരെ കീറിപ്പോയി എന്ന് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്താൽ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. താഴേന്ന് മുകളിലോട്ടാണെങ്കിൽ ഇറ്റ് കുഡ് ബി ബൈ മാൻ, ബട്ട് സിൻസ് ഇറ്റ്സ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ദാറ്റ്സ് ഡൺ ബൈ ഗോഡ്. മുകളിൽ നിന്ന് താഴോട്ട് കീറി എന്ന് പറയുമ്പോൾ ആ തിരശ്ശീല കീറിയത് ദൈവമാണ്. ദൈവം തിരശ്ശീല കീറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഏത് സമയത്തും ആ കൃപാസനത്തിലേക്ക് പ്രവേശിക്കാൻ
ഇനി ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഏത് സമയത്തും ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ യാഗത്തിൻ്റെ ബെനഫിറ്റ് നമുക്ക് ലഭിക്കാവുന്ന രീതിയിൽ, ഇടനിലക്കാർ ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്കത് തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് വേറൊരു കാര്യവും കൂടെ അവിടെ സംഭവിച്ചത്, ആ തിരശ്ശീല കീറുമ്പോൾ അന്നു വരെ ഉണ്ടായിരുന്ന യഹൂദ മതം, തിരശ്ശീലക്കകത്ത് നടന്നിരുന്ന ശുശ്രൂഷകൾ, അതെല്ലാം അവസാനിച്ചു എന്നുള്ളതും കൂടിയാണ്. യഹൂദ മതം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും, ക്രിസ്തു മതം ഉൾപ്പെടെ സകല മതങ്ങളും ആ വലിച്ചു കീറലോടുകൂടി അവസാനിച്ചു. ഇനി നമ്മുടെ കാര്യം സാധിക്കാൻ, എനിക്ക് എൻ്റെ പിതാവിനോട് സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഇടനിലക്കാരനെ ആവശ്യമില്ല. നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രാർത്ഥിക്കാനുള്ള വരമെന്ന്? നോ. 9 കൃപാവരങ്ങളിലും പ്രാർത്ഥനാ വരവില്ല, 22 കൃപാവരങ്ങളിലും പ്രാർത്ഥനാ വരവില്ല. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വരത്തിലും പ്രാർത്ഥന വരവില്ല. പ്രാർത്ഥന ആർക്കുള്ളതാ? എല്ലാ മക്കൾക്കും ഉള്ളതാ. ദൈവം പ്രാർത്ഥനാ തൊഴിലാളികളെ ഒരിടത്തും നിയമിച്ചിട്ടില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, പറ്റുന്നിടത്തോളം പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിച്ചാലാ ദൈവം ഫാസ്റ്റായിട്ട് കേൾക്കുന്നേ? ആരാ നീതിമാൻ? ഒരാളുണ്ട്. അപ്പോൾ ആര് പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കും? അപ്പം നമ്മൾ ആരോട് കാര്യം പറഞ്ഞാൽ മതി? അപ്പോൾ ഏത് സമയത്തും കൃപാസനത്തിലിട്ട് നമുക്ക് യേശു കർത്താവിനോട് പറയാം, കർത്താവ് എനിക്കൊരു പ്രതിസന്ധി ഉണ്ട് കേട്ടോ, ഇതിന് ഇടനിലക്കാരൻ ആവശ്യമില്ല. ഈ ഇടനിലക്കാരെവിടെ ഉണ്ടോ അവിടെ എല്ലാം ഒരു വ്യാജ മതമുണ്ട്. ദൈവത്തിൻ്റെ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കാനും ദൈവത്തോട് പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാനും എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളെയാണ് ഇടനിലക്കാരെന്ന് വിളിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഇത്തിരി പ്രതിസന്ധിയിലോടാണ് ഞാൻ നീങ്ങുന്നതെന്ന് എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, പലതരത്തിലുള്ള കൃപാവരങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഇടയനുണ്ട്, അത് ഇടയ ശുശ്രൂഷയുടെ വരമാണ്. ഞാൻ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഉപദേഷ്ടാവിൻ്റെ വരമാണ്. ഇവിടെ ഇവാഞ്ചലിസ്റ്റിൻ്റെ ഒരു വരമുള്ള ഒരാൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ കണ്ടെത്തണം, ഒരുപക്ഷെ കണ്ടെത്തി കാണുമായിരിക്കാം. പ്രവാചകന്മാരും പ്രവാചകിമാരും ഉണ്ടായിരിക്കാം, അത് ദൈവം നൽകുന്ന കൃപാവരമാണ്. അത് ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഞാനതിനെ നിഷേധിക്കുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ദേർ. പക്ഷെ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗമില്ല. അതെന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ തിരശ്ശീല കീറിപ്പോയി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഹിന്ദുക്കളോട് സുവിശേഷം പറയാൻ പോവുകയാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന ഹിന്ദു ഞാനാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കറിയാൻ വയ്യ എന്തൊക്കെ ഇനി ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെന്ന്. കാരണം അവരൊന്നുകിൽ കർമ്മമാർഗം, അല്ലെങ്കിൽ ഭക്തിമാർഗം, അല്ലെങ്കിൽ ജ്ഞാനമാർഗം. ഇനി എന്തെല്ലാം ബാക്കിയുണ്ടെന്നോ, ഇത് പൂർത്തിയായോ എന്നോ ഉറപ്പില്ല. പൂർത്തിയായാൽ തന്നെ അവർ നാശത്തിലേക്ക് പോകത്തുള്ളൂ. അതായത് എല്ലാം പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാവുക. ഇനി വേറൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അടുത്ത ജന്മത്തിൽ പുഴുവോ പാറ്റയോ പട്ടിയോ ഒക്കെ ആയിട്ട് ജനിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇവൻ കിടക്കുന്നത്. അപ്പോൾ ഇവനോട് പോയി സുവിശേഷം പറയുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ പണ്ട് അമ്പലത്തിൽ പോകുമ്പം പുഷ്പാഞ്ജലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജ വേറൊരാളുടെ പേര് ചെയ്യുമല്ലോ, ചെയ്യൂലേ? ചെയ്യും. കുർബാന അർപ്പിക്കുമ്പം പണ്ട് കാലത്തെ പഴയ മതത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്നാരുടെ പേരിലൊരു കുർബാന. അതൊക്കെ മതിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഓർത്തഡോക്സ് ചർച്ചിലാണെങ്കിൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ശ്വാസം വലിച്ച് കിടക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് അവസാനത്തെ കുമ്പസാരം ചെയ്യിപ്പിക്കും. എന്തായാലും പറയാൻ കൊള്ളാമെങ്കിൽ അവസാനത്തെ കുർബാന കൊടുക്കും. അവൻ അത് കഴിഞ്ഞൊരു 4-5 ശ്വാസം വിട്ടിട്ട് മരിക്കും എന്ന് വിചാരിച്ചു. ഈ കുർബാന കിട്ടിക്കഴിഞ്ഞൊരു 4-5 ശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് ആ ശ്വാസത്തിൽ പാപം ഉണ്ടായിരുന്നെന്ന് അറിയാൻ മേല. അതുകൊണ്ട് ഇയാൾ മരിച്ചു കഴിയുമ്പം 9-ാം ദിവസം പിന്നെയും കുർബാന ചൊല്ലും. സമ്മതിച്ചോ? അത് കഴിഞ്ഞ് എന്തായാലും പുള്ളി പാപം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ കുർബാനയുടെ പരിപാടി തീരേണ്ടതല്ലേ? തീരില്ല. 40-ാം ദിവസം പിന്നെ അച്ഛൻ വരും, അപ്പോഴും തീരില്ല.
1 വർഷം കഴിയുമ്പോൾ പിന്നെ അച്ഛൻ വരും, അപ്പോഴും തീരില്ല. ഇയാൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അയാൾ പോയല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കുർബാനയിൽ ഈ പണി തീരേണ്ടതല്ലേ? തീരില്ല. ഇപ്പൊ പെന്തക്കോസുകാരും അങ്ങനെ ആയിട്ടുണ്ട്. തീരില്ല. നിങ്ങളുടെ പാപം എന്നേലും തീരുമോ? കർത്തൃമേശ എടുക്കുന്നതിന് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ എടുത്ത് കർത്തൃമേശ എടുത്തു, ഇന്ന് തീർന്നിരിക്കുക, ഇപ്പം എല്ലാ പാപം പോയിരിക്കുക. 2 ദിവസം കഴിയുമ്പം പിന്നെ കുമ്പസാരിക്കേണ്ട അവസ്ഥയിൽ വരും. പഴയ മതം റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇത് സംഭവിക്കുന്നത് ഇന്ന് കർത്തൃമേശ കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ആകുമ്പോൾ നമ്മുടെ കാര്യം പോകാം എന്ന് നമ്മൾ കരുതുന്നു. വീണ്ടും ഒരു ശുദ്ധീകരണം, വീണ്ടും ഒരു യാഗം. നമ്മൾ യാഗം എന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ, കത്തോലിക്കരുടെ അതേ പരിപാടി പ്രോസസ്സിലൂടെയാണ് ഇത് പോകുന്നത്. വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കർത്താവ് വന്നാൽ പോകുന്നു, ഒരു രക്ഷയില്ല. എങ്ങനത്തെ ജീവിതം? ജസ്റ്റ് ലൈക്ക് ദ ജാക്കോബൈറ്റ് ചർച്ച്. ഇങ്ങനെ എല്ലാവരും ഇത് തുടങ്ങുമ്പോൾ അപ്പോൾ തിരശ്ശീല കീറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അല്ലേ, എല്ലാ സമയവും നമുക്ക് ഒരുപോലെയാ. ഇന്ന് രാത്രി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, എൻ്റെ അടുത്തുള്ള മീൻ ചന്തക്കാരനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, എന്നെ പറ്റിക്കുന്ന എൻ്റെ ചുറ്റുമുള്ള അയൽക്കാരോട് അല്ലെ ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്ന സമയം എല്ലാം ഞാൻ വിശുദ്ധനാ. വേണ്ടേ? വേണോ വേണ്ടയോ? ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾ വിശുദ്ധരല്ലാത്ത ഒരു സമയം പോലും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധിക്കായി ഇനിയൊന്നും ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധി എന്താണെന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മളിൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നതാണ് വിശുദ്ധി. അപ്പോൾ കീറിയ തിരശ്ശീല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ നമ്മൾ അനുഭവിക്കേണ്ടത് എല്ലാ സമയത്തുമാണ്, എപ്പോഴുമാണ്. ആ കൃപാസനം നമുക്കായി തുറന്നിട്ടിരിക്കുന്നു, അതിൻ്റെ ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഞങ്ങൾ ആന്ധ്രയിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പം അവിടെ ആളുകൾ ഇങ്ങനെ ലോങ് ക്യൂ ആ. രാത്രി 12 മണി കഴിഞ്ഞാൽ മീറ്റിംഗ് ഒക്കെ തീരുന്നത്. കോളാമ്പി മൈക്ക് വെച്ച് അവിടെ ഒരു ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആദ്യത്തെ ആളുടെ ചോദിക്കും, എന്താ അമ്മച്ചി പ്രശ്നം? തലവേദനയാ മോനെ. തെലുങ്കിലാണ്. തലവേദന മാറട്ടെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ആൾക്ക് വയറുവേദന, അടുത്ത ആൾക്ക് കാലുവേദന, ഇങ്ങനെ. അടുത്ത ആഴ്ച മീറ്റിംഗ് നടത്തുമ്പോൾ ആദ്യം തലവേദനയായിരുന്നവർക്ക് ഇപ്പം കാലുവേദന. അതിനടുത്തിരിക്കുന്ന എല്ലാവരും ഉണ്ട്, ആ പഴയ ആൾക്കാരെല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തലവേദനയായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കാലുവേദന, അടുത്ത പ്രാവശ്യം വയറുവേദന, ഇങ്ങനെ മാറി. മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനൊക്കെ കണ്ടുപിടിക്കാം. ഇത് ഒരു പാറ്റേൺ ഉണ്ട് ഇതിന്, അല്ലെ പ്രോബബിലിറ്റിയോ ഒക്കെ നോക്കാം. 12 മണിയായാലും പരിപാടി തീരില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാനൊരു സത്യം തുറന്നു പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചാലാണ് ദൈവം പെട്ടെന്ന് കേൾക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നേക്കാളും. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വലിയ വിശുദ്ധനാണെന്നാണല്ലോ നിങ്ങളുടെ വിചാരം. അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവ് പറയും, ഇത്തിയോട്ട് ക്ഷമിക്കടാ, നീയൊക്കെ എന്താ പിള്ളേർക്ക് കൊടുക്കട്ടെ ആദ്യം എന്ന് പറയും. 4 വയസ്സുള്ളൊരു കൊച്ച് മിഠായി ചോദിക്കുമ്പോഴാണ് നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുന്നത്, അതോ 25 വയസ്സുള്ളൊരുത്തും ചോദിക്കുമ്പോഴാണ് കൊടുക്കുന്നത്? അത്രേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, ഞാൻ ചെറുപ്പകാലത്ത് വിശ്വാസത്തിൽ വന്ന സമയത്ത് കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾക്കൊരു കണക്കില്ല. പിന്നെ കർത്താവിനോട് പറഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല നീ വിശ്വസിക്കേണ്ടത്, എൻ്റെ ജീവനകത്തുള്ളതുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത്. അത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന തലമുറ വ്യഭിചാര ദോഷമുള്ള തലമുറയാ. അവർക്ക് അത്ഭുതം കണ്ടില്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് ഉറപ്പില്ല. നിങ്ങൾ കണ്ടോ, വലിയ മൂത്ത പെന്തക്കോസുകാർ ഒരു അത്ഭുതം കഴിയുമ്പോൾ പറയും, ദൈവം ഉണ്ട് ബ്രദറെ. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴാണോ മനസ്സിലായി ദൈവം ഉണ്ടെന്ന്? അവനത് മനസ്സിലാകണമെങ്കിൽ ഒരു അത്ഭുതം നടക്കും. മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്, ലിറ്ററലി ഒരാളുടെ കാല് വീർത്തിരുന്ന കാല് ചുരുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കിഡ്നി രോഗം ബാധിച്ച ഒരു പെൺകുട്ടി, 9 വയസ്സുള്ള പെൺകുട്ടി ഹീലാവും, നിങ്ങൾ പ്രാർത്ഥനയിലെ ചങ്ങല പൊട്ടി വീണ് ഹീലാവുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ദൈവം നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ജീവിതകാലം മുഴുവൻ ഇതിനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്കിതില്ലാതെ ദൈവം ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലോട്ട് നമ്മൾ വരുന്നത്. അതായത് വ്യഭിചാരവും ദോഷമുള്ള തലമുറ എപ്പോഴും അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസിലല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം ഉണ്ടെന്ന് അവർക്ക് തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അല്ലാത്ത സമയത്ത് മുഴുവൻ സ്വന്തം ജീവിതം ജീവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് യേശു ഉണ്ടെന്നൊരു ഉറപ്പ് വരുത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണം, യേശു ദൈവയുടെ ഞാൻ അത്ഭുതം ചെയ്തിട്ടുണ്ടോ, വേണം നോക്കിയോ, ഞാനുണ്ട്. ഈ ഒരു ഗതികേട്, ഇതൊരു ഗതികേടാ. ഇത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാലാ കൂടുതൽ കേൾക്കുന്നത്. നിങ്ങൾ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരിക്കലും പറയത്തില്ല, ഇത് നിങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞ് ആ പുള്ളി പ്രാർത്ഥിച്ചാലാ കേട്ടോ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു മധ്യസ്ഥനിപ്പോൾ ഇല്ല. ഓക്കെ, പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ, പക്ഷെ നിങ്ങളും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾക്കും അതേ അഭിഷേകമുണ്ട്.
പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരേ അഭിഷേകമുള്ളത്, എല്ലാം മക്കളാ. നമ്മൾ ദൈവത്തോട് അകന്നകന്ന് പോയിട്ട് നമുക്കിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുക. തിരശീല പിന്നെ നമ്മൾ തുന്നിക്കെട്ടു. അതിനപ്പുറത്ത് ഞങ്ങളെപ്പോലുള്ള 1-2 പേരെ നിർത്തിയിട്ടുണ്ട്. കർട്ടൻ മാറ്റി പറയും, ചേച്ചി പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, സംഗതി സത്യമാണോ? പിന്നെ തിരശീല കൊണ്ടുള്ള വേറൊരു വലിയ അപകടം എന്ന് പറയുന്നത്, നമുക്കൊരു മതമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്ന ആളാണ്, എല്ലാ ദിവസവും ഓർക്കാറില്ല. ഭാര്യ ആദ്യം വിളിച്ചാൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്തോന്ന്. പിന്നെ നമ്മുടെ കുറേ ആചാരങ്ങൾ, കുറേ വിശ്വാസങ്ങളുണ്ട്. നല്ല കാര്യമാണ്, ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലും ഇതെല്ലാം പുലർത്തുന്ന ആൾക്കാർ തന്നെയാണ്. എൻ്റെ ഭാര്യ ആഭരണം ധരിക്കുന്ന ആളല്ല. ഞാനിത് പറയാൻ കാരണം, ഇതെല്ലാം ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീലിങ്, അയൽവക്കക്കാരനോട് എനിക്കൊരു അകപ്പേ സ്നേഹം ഇല്ലെങ്കിലും ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ആളായതുകൊണ്ട് ദൈവം എന്നൊരു പ്രത്യേക ആളായിട്ടാണ് പരിഗണിക്കുന്നൊരു മൗഢ്യമായ വിശ്വാസം എനിക്കുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞാൻ വേർപെട്ട ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇത്ര സ്നേഹിച്ചില്ലെങ്കിലും കുറേ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് എന്നോടൊരു പ്രത്യേക. അപ്പം ഞാൻ സൃഷ്ടിച്ചത് നല്ല കാര്യമാണ്, പ്യൂരിറ്റിയാണ്, ഓക്കെ, വിശുദ്ധിയാണ്, തേജസ്സാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ പ്രോബ്ലം, ഇത് നമുക്കൊരു ഫാൾസ് കംഫർട്ട്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും അനുസരിച്ചില്ലെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിലും ഞാൻ കൊള്ളാമെന്നൊരു ഫാൾസ് കംഫർട്ട് നമുക്ക് തരാൻ ഈ മതം ഉപകരിക്കും. ആ തിരശ്ശീല കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മതം പണിയത്തില്ല. ഞാൻ കർത്താവിന് മുമ്പിൽ ഞാൻ ചെല്ലുന്ന പോലെ തന്നെ, അല്ലേ, കാര്യം സാധിക്കാൻ ചെല്ലുന്ന പോലെ തന്നെ കർത്താവ് എൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ഐ ആം ലിവിങ് ഇൻ ഹിസ് പ്രസൻസ്. ഇപ്പം കർത്താവിയുടെ നടുക്ക് വന്നെന്ന് വിചാരിച്ചോ, നമ്മുടെ നടുവിലുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ അവൻ്റെ മുമ്പിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? പറ. ദൈവം അവൻ്റെ പൂർണ്ണ തേജസ്സോടുകൂടി, മഹത്വത്തോടുകൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ നടുവിൽ നിന്നാൽ, നിങ്ങളോട് പറയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും പറയത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എവിടെയായി കർത്താവേ, എൻ്റെ കടബാർ, ഒന്നും പറയത്തില്ല. ഞാൻ ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവേ, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുള്ളൂ. വേറെ ഒന്നും നമ്മൾ ഓർക്കാൻ പോകുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിച്ചാൽ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആഗ്രഹിക്കില്ല. ആ പ്രസൻസ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നതും വേറെ പലതിനും വേണ്ടി നടക്കുന്നതും. ഇമാജിൻ ഹിസ് പ്രസൻസ്, ജസ്റ്റ് ഇമാജിൻ. നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചോ, നമ്മൾ അറിയാത്തൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നമ്മൾ ആ കൃപാസനത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇടയിൽ തിരശ്ശീലൊന്നുമില്ല, ദൈവത്തിനും എനിക്കുമിടയിൽ തിരശ്ശീലല്ല. ഇന്നാണ് നമ്മൾ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ കിടന്ന മൂടുപടമാണ് അന്നേരം ചീന്തിപ്പോകുന്നത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഹൃദയത്തിലെ മൂടുപടം കീറിപ്പോകും. ഹൃദയം അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ തുറന്നും മലർന്നും കിടക്കുകയാണ്. ഇതാണ് തിരശ്ശീല കീറിപ്പോകുന്ന മാനസാന്തരം. there is nothing to hide, nothing to wait for. അപ്പോൾ ക്ലിയർ മാനസാന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവവും ഞാനും തമ്മിലുണ്ടാകുന്ന ബന്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തുക്കളെ ആധാരമാക്കിയല്ല, അത് അവൻ്റെ വ്യക്തിത്വത്തെ ആധാരമാക്കിയാണ്. എനിക്ക് വേണ്ടത് അവനെയാണ്. ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മകനുണ്ടെന്ന്, ഹി വാസ് വെരി യങ്, 5 years പോലും ഇല്ല. അപ്പം ഞാൻ അവനോട് ഫോണിൽ ചോദിച്ചു, നിനക്ക് ഞാൻ എന്താ മോനെ കൊണ്ടുവരേണ്ടത്? ഞാൻ ഒരിക്കലും ഒരു സാധനവും വീട്ടോട്ട് മേടിച്ചുകൊണ്ട് പോകാറില്ല, കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊന്നുമില്ല, പിന്നെ എന്തിനാ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ അവൻ പറഞ്ഞു, ഒന്നും വേണ്ട പപ്പ പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ, പപ്പ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും അയക്കാനാണെങ്കിൽ കൊറിയറായിട്ട് എനിക്ക് അയച്ചു തന്നേരെ എന്ന് പറയുമെന്ന് വിചാരിച്ചോ. ഏതാ എന്നെ സന്തോഷിപ്പിക്കുന്നത്? ഈ മക്കളെല്ലാം കൂടെ പിതാവേ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് കരയുന്നതാണോ? പിതാവേ എനിക്കൊരു കാറ് തരണേ എന്ന് പറഞ്ഞ് കരയുന്നതാണോ പിതാവിന് സന്തോഷം? എന്ത് മനസ്സിലായി? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ആരാധനയായി മാറുന്നുണ്ടോ? ദൈവത്തിന് അത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? അതോ ഇത് കേൾക്കുമ്പം പിതാവ് പറയാ, ഇതാണോ ഇന്ന് ഇവൻ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ചുമ്മാ പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എല്ലാം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞതിനായിട്ട് നന്ദി. നിങ്ങളിപ്പോൾ പാസ്റ്റർ എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ കൂടെ. ഇപ്പോൾ പാസ്റ്റർ പറയാം, പാസ്റ്ററെ എറണാകുളത്ത് പോയിട്ട് വരുമ്പം പുതിയ മലയാള സിനിമയുടെ CD വല്ലതുകൊണ്ട് എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിക്കുമോ? പറയുമോ? ഒരിക്കലും പറയില്ല. പക്ഷെ അതേ സമയത്ത് OM ബുക്ക് ഹൗസിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ദിവസം മേടിച്ചുകൊണ്ട് വരാൻ ചോദിക്കുമോ? അത് ചോദിക്കാല്ലേ.
അപ്പം പാസ്റ്ററോട് എന്താ ചോദിക്കേണ്ടത് നമുക്കറിയാം അല്ലേ? യേശുവിനോട് എന്താ ചോദിക്കേണ്ടതെന്നൊരു പിടിയില്ല, എല്ലാം ചോദിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യേശുവിനോട് നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അവൻ മധ്യസ്ഥനാ, മീഡിയേറ്റർ അല്ലേ? ഈ മീഡിയേറ്റർ എന്ന് പിതാവിനോട് പറയാം, ഇതാണ് ചേച്ചി ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ. 10-22 വർഷമായിട്ട് ഇവൻ ഇപ്പോഴും ഇതൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്? അപ്പം കർത്താവ് പറയാം, എന്നാ ചെയ്യാനാ പിതാവേ, നമുക്ക് 1 വർഷത്തോടെ നോക്കാം. ഇതാ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ. ഇനിയെങ്കിലും നമുക്കൊന്ന് പറയാമോ, കർത്താവേ നീ മതി, നീ മതി, നീ മാത്രം മതി എന്ന് പാടുകയല്ല, നീ മാത്രം മതി എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരും ഇത് പറയും. ഞങ്ങളുടെ ചർച്ചിൽ യൂത്ത് മീറ്റിംഗ് നടത്താന്ന് പറയുമ്പോൾ സഹോദരന്മാരെല്ലാം പറഞ്ഞു, യൂത്ത് മീറ്റിംഗ് വേണ്ട, ഈ യൂത്തുകാരും എത്ര പറഞ്ഞ് നന്നായാലും അപ്പനമ്മ നന്നാവാത്തോടത്തോളം കാലം ഇവർ നന്നാവാൻ പോകുന്നില്ല, അതുകൊണ്ട് എല്ലാവരും കൂടെയുള്ള പരിപാടി മതി എന്ന് പറഞ്ഞു. കാരണം നമ്മളുടെ കർത്താവ് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവർ പറയും, വിദ്യാഭ്യാസം മാത്രം ഇടാ മോനെ എന്ന് പറയും. വിദ്യാഭ്യാസം വേണം, കാരണം ഓരോ ദിവസത്തെ അധ്വാനം അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തോടുള്ള ആരാധന എല്ലാം ചെയ്യുന്നത് ദൈവത്തിനായിട്ടെന്ന പോലെയാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് നമ്മുടെ തലയ്ക്കകത്തല്ല ഇരിക്കുന്നത്, അത് കർത്താവ് തരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഉഴപ്പിത്തിരിഞ്ഞ് നടന്നിട്ട് കർത്താവ് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് നോമ്പ് നോറ്റിട്ട് ഉപവാസം എടുത്തിട്ട് ഒരു കാര്യമില്ല. അവൻ നല്ലപോലെ പഠിച്ച പിള്ളേരെ ഒഴിവാക്കിയിട്ട് നിങ്ങളെപ്പോലെ ഉഴപ്പിത്തിരിഞ്ഞ് ഫുട്ബോളും കണ്ട് നടന്നവനെ ജയിപ്പിക്കുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. ദൈവം അങ്ങനത്തെ ഒരു കള്ളനല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈ ക്വാളിറ്റി ലിവിങ്, നോട്ട് അവൈലബിൾ ബൈ ഹ്യൂമൻ ഫാൻറ്റസീസ്, നോട്ട് അവൈലബിൾ ടു ഹ്യൂമൻ കൺജക്ചർ. മനുഷ്യൻ്റെ ചിന്തകൾക്കോ വിചാരങ്ങൾക്കോ ഉപരിയായ ആത്മാവിനാൽ മാത്രം വെളിപ്പെടുന്ന തേജസ്സുള്ള, നിലനിൽക്കുന്ന തേജസ്സുള്ള, നീതിയുള്ള, പ്രതിഫലമുള്ള ഒരു ജീവൻ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാം. ബൈ ഫെയ്ത്ത് ഈ മണ്ണിൽ ജീവിക്കാം. ഇതാണ് ഞാൻ ഈ 4 ദിവസം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഇനി നമ്മൾ ക്രിസ്തുവിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1:30 നമുക്ക് വായിക്കാം. 1 Corinthians chapter 1 verse 30 once again. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും. അപ്പം ജ്ഞാനം എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു, പരിജ്ഞാനം അല്ലേ, നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പം അത് ടിക്ക് ചെയ്യാം, ബൈബിളിൽ ടിക്ക് ചെയ്യണ്ട, മനസ്സിൽ ടിക്ക് ചെയ്താൽ മതി. അടുത്തത് നീതിയും, റൈച്ചസ്നെസ്, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ശുദ്ധീകരണം, ഇനി അതാ ബാക്കിയുള്ളത്. പിന്നെ വീണ്ടെടുപ്പും ആയിത്തീർന്നു. അപ്പോൾ അവൻ നമുക്ക്, യേശു നമുക്ക് പിതാവിൽ നിന്നുള്ള ജ്ഞാനവും പിതാവിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള നീതിയും ദൈവത്തിൽ നിന്നുള്ള ശുദ്ധീകരണവും ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ബിക്കേം, അവനായിത്തീർന്നു. നമ്മൾ അവൻ്റെ ജീവൻ സ്വീകരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ള ഒരു ജീവനാണ് നമ്മൾ സ്വീകരിക്കുന്നത്. We become holy not by our works but by the indwelling spirit of Christ. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നതിലൂടെയാണ് നമ്മൾ വിശുദ്ധന്മാരാകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ വിശുദ്ധി എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന്. 3 വാക്കുകൾ ഇവിടെ. ശുദ്ധീകരണം എന്നുള്ള വാക്ക് ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സാങ്ക്ടിഫിക്കേഷൻ എന്നാണ്, അതാണ് കുറച്ചുകൂടെ കറക്റ്റ്. വിശുദ്ധീകരണം, ശുദ്ധീകരണം ഈസ് ഡിഫറെൻറ്റ് ഫ്രം വിശുദ്ധീകരണം. ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി, 3 കാര്യങ്ങളുണ്ട്. എന്താണത്? ശുദ്ധീകരണം. നമ്മൾ കർത്തൃമേശയ്ക്ക് എടുക്കുന്ന പാത്രങ്ങൾ നമ്മൾ ക്ലീൻ ആക്കി വെക്കുന്നതിന് ശുദ്ധീകരണം എന്ന് പറയാം. ദാറ്റ്സ് ക്ലീൻ, ക്ലെൻസിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ ബ്ലഡ് ഓഫ് ജീസസ് ഹാസ് ക്ലെൻസ്ഡ് us ഫ്രം ഓൾ ഇനിക്വിറ്റീസ്. എല്ലാ ലംഘനങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ചിരിക്കും. അപ്പോൾ ക്ലീൻ ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഈ ശുദ്ധിയാക്കിയ പാത്രങ്ങൾ അത് വിശുദ്ധമല്ല, അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ക്ലീനാണ്. ദർ ഇസ് നോ ഇംപ്യൂരിറ്റി ഇല്ല. പിന്നെന്തില്ല? വേണ്ടാത്ത സാധനങ്ങളൊന്നും അതിനകത്തില്ല. ഇറ്റ്സ് ക്ലീൻ, നോ മൈക്രോബ്സ്, ഒന്നുമില്ല. പക്ഷെ അത് വിശുദ്ധമാകുന്നത്
അതിൽ വിശുദ്ധ വസ്തുക്കൾ നിറയ്ക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ദെൻ ഇറ്റ് ഈസ് ഹോളി. എല്ലാവർക്കും എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. കാരണം അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധമായ കാര്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തം ശുദ്ധീകരിച്ചു എന്നുള്ളത് മാത്രം പോരാ. അവൻ്റെ ആത്മാവിനാൽ യേശുവിൻ്റെ സ്വഭാവം ഈ ശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളിൽ നിറയുന്നത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. നമ്മൾ ശുദ്ധരായി കഴിഞ്ഞാൽ മാത്രം പോരാ. എന്തിനു വേണ്ടി ദൈവം നമ്മളെ ശുദ്ധരാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുദ്ധരിൽ മാത്രം നിറയ്ക്കാൻ പറ്റുന്ന ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മളിൽ നിറയ്ക്കാൻ വേണ്ടിയാണ്. വി ഷുഡ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, സാങ്ക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ അവൻ നമ്മളിലേക്ക് പകർത്തുന്നുണ്ട്. സ്നേഹം, കരുണ, അല്ലേ? അതുപോലെ ക്ഷമിക്കാനുള്ള കഴിവ്, അനുസരിക്കാനുള്ള കഴിവ്, സന്തോഷം. ഇങ്ങനെ ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ ദൈവം നമ്മളിലേക്ക് പകർത്തുന്നുണ്ട്. സ്വാഭാവികമായ മനുഷ്യനുള്ള ഇമിറ്റേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവം നമുക്ക് തരുന്ന ഈ ഗുണങ്ങളെക്കുറിച്ചാണ്. അതാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാണ്. ദൈവത്തിൻ്റെ ക്ഷമ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാണ്. ദൈവത്തിൻ്റെ നോട്ടം, യേശുവിൻ്റെ നോട്ടം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാണ്. യേശുവിൻ്റെ ചിന്തകളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ വിശുദ്ധരാണ്. അവനെ കൊണ്ട് നിറയുന്നതിനെയാണ് നമ്മൾ വിശുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിലേക്ക് പകർത്താത്ത ചില ഗുണങ്ങൾ ദൈവത്തിനുണ്ട്. അവൻ സർവശക്തനും സർവവ്യാപിയുമാണ്, നമ്മൾ ഒരിക്കലും ആകാൻ പോകുന്നില്ല. അവൻ സർവജ്ഞാനിയാണ്, നമ്മൾ ഒരിക്കലും ആകാൻ പോകുന്നില്ല. അത് നമുക്ക് ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. ആ ഗുണങ്ങളും കൂടെ നമ്മളിലേക്ക് തരികയായിരുന്നെങ്കിൽ നമ്മളും പരിശുദ്ധനായിരുന്നു. പക്ഷെ നമ്മളാരും പരിശുദ്ധരാകുന്നില്ല. നമ്മൾ വിശുദ്ധിയുടെ തലത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവത്വത്തിലേക്കല്ല, പൂർണ്ണമായ മനുഷ്യത്വത്തിലേക്കാണ് ദൈവം നമ്മളെ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിശുദ്ധി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കഠിനമായ കൽപ്പന ബൈബിളിൽ എവിടെയുണ്ട്? നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. ഈ വിശുദ്ധി നിസാര വിശുദ്ധിയാണോ? മാലാഖമാർ, ദൂതന്മാർ, അത് തന്നെ, ദൂതന്മാർ ദൈവത്തെ എങ്ങനെ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നേ? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൂതന്മാരെ ആരാധിക്കുന്നുണ്ടോ? ആരാധിക്കുന്നില്ല. ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയോ, അങ്ങോട്ട് നോക്കല്ലേ, പരിശുദ്ധൻ. അവൻ കണ്ണ് തുറന്നു പോകല്ലേ, കണ്ണ് മൂടിക്കോ. നിന്റെ കാലവൻ കണ്ടുപോകരുത്, കാല് മൂടിക്കോ. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിന്റെ കാലിലെങ്ങാനും ഒരു വ്യത്യാസം കണ്ടാൽ വെട്ടി നരകത്തിൽ വിടാൻ ശക്തിയുള്ളവൻ. ദൂതന്മാർ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയുടെ പെർഫെക്ഷൻ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൂതന്മാർ പരസ്പരം പറയാം ഒരുത്തൻ മറ്റൊരുത്തനോട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവർ ഭയപ്പെട്ട നിലവിളിക്കുന്നേ. ആ ഭയം, ആ റെവറൻസ് കണ്ടിട്ടാണ് ഈ യെശയ്യാവിന് മരിച്ചവനെ പോലെ ആയിപ്പോയി. ആ ചിലമ്പൽ കേട്ടിട്ട് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ അവർ ആർത്തുകൊണ്ടിരിക്കുക. ഇത് ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയാം, നിങ്ങളും നിങ്ങളെ വിളിച്ചവനൊത്തവണ്ണം പരിശുദ്ധരാകാൻ, വിശുദ്ധരാകാൻ എന്ത് ചെയ്യും? നമ്മൾ വിചാരിച്ചിരുന്ന ചില പൊടിക്കൈകൾ കൊണ്ടൊക്കെ നമ്മൾ വിശുദ്ധരായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അവനെ വിളിച്ച വിളിക്കൊത്തവണ്ണം. ഇവിടെ നമ്മൾ തകർന്നു പോകും. കാരണം ദൈവത്തെ പോലെ വിശുദ്ധരാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ പ്രവൃത്തി കൊണ്ടത് സാധിക്കും. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം നമ്മൾ ഈ പഠനം തുടരുമ്പോൾ ഒരു സൈഡിലൂടെ നമ്മുടെ അബ്സല്യൂട്ട് ഒന്നുമില്ലായ്മയും മറു സൈഡിലൂടെ യേശുവിൻ്റെ പെർഫെക്ഷനുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്.
അത് വിശുദ്ധിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. നമ്മുടെ സ്വപ്രയത്നം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിശുദ്ധി ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. അവന്റെ പുത്രനായ ക്രിസ്തുവിലല്ലാതെ അവൻ ആരിലും പ്രസാദിച്ചിട്ടില്ല. ഒരു ജഡവും തൃക്കണ്ണിന് നിർമ്മലമല്ല. ആകാശവും ഭൂമിയും പോലും അവന്റെ സൃഷ്ടി ഒന്നും തൃക്കണ്ണിന് പ്രസാദകരമല്ല. അവന്റെ പുത്രനല്ലാതെ വിശുദ്ധനായി പരിശുദ്ധനായി ആരുമില്ല. പിന്നെ നമ്മൾ എന്ത് വിശുദ്ധിയും കൊണ്ട് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പോകുന്നേ? വി ആർ ഗോയിങ് ടു ഫെയിൽ ദെയർ ഓൾസോ. നമ്മുടെ നീതി കൊണ്ട് പോയാൽ നമ്മൾ തോക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിശുദ്ധി കൊണ്ട് പോയാലും നമ്മൾ തോക്കും. ഇതിനെല്ലാം നമുക്കൊരു പകരക്കാരൻ ഉണ്ട്, ആവശ്യമാണ്. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ബ്ലാസ്ഫിമി, ഒരു ദൈവദൂഷണം പോലെ തോന്നും. എനിക്ക് മത്തായിയുടെ സുവിശേഷം 5:48 പറയുന്ന പോലെ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുമെന്ന് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ബ്ലാസ്ഫീമി ആയിട്ട് തോന്നി, ദൈവദൂഷണമായിട്ട് തോന്നി. ദൈവത്തെ പോലെ എങ്ങനെ ആകാൻ പറ്റും? ദൈവത്തിൻ്റെ അതേ സ്വഭാവം എങ്ങനെ വരാൻ പറ്റും? എഫെസ്യ ലേഖനം 3:19 പറയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിങ്ങൾ നിറഞ്ഞു വരണമെന്ന്. ഹൊറിബിൾ. നിങ്ങൾ ഈ ഒന്നുമില്ലാത്ത ഞാൻ എന്നെ സങ്കല്പിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ എല്ലാ നിറവിനാലും ഞാൻ നിറഞ്ഞു വരണമെന്ന് എങ്ങനെ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും? അതിൻ്റെ താഴെ എഴുതിയിരിക്കുക, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ എന്തുണ്ടാവും? ദൈവത്തിന്റെ നിറവിനാൽ നിറയും. അതാ വാക്യം. ഓക്കെ. ക്രിസ്തു യേശുവിൽ, ഇതാ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 1:30 കണ്ടതും, നാമോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നീതിയും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 17:19 വായിച്ചേ. ജോൺ ചാപ്റ്റർ 17:19. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ വിശുദ്ധിയുടെ ഓണർ ആരാ? കർത്താവ്. വിശുദ്ധരാകുന്നത് ആരാ? ഞാനാ. യേശുവാണ് വിശുദ്ധിയുടെ ഓണർ, പൂർത്തിയാക്കിയവൻ. അവൻ മാത്രമാണ് തൃക്കണ്ണിന് നിർമ്മലൻ. അവൻ മാത്രമാണ് ദൈവത്തിനു മുമ്പിൽ ശുദ്ധൻ, പരിശുദ്ധൻ, അനുസരിച്ചവൻ, തികഞ്ഞവൻ. പക്ഷെ എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി അതെന്ന് പറയുമ്പോൾ അവൻ നേടിയ വിശുദ്ധി എനിക്കെങ്ങനെയാ വരുന്നേ? അതാ പറഞ്ഞിരിക്കുന്നത്, വി ആർ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ആയതുകൊണ്ടാണ് നമുക്കിത് ലഭിക്കുന്നത്. അതതിൻ്റെ ഒരു സൈഡ്. അതിൻ്റെ മറുവശം, ക്രിസ്തുവിൽ നമ്മളായാൽ മാത്രം നമുക്കത് അനുഭവിക്കാൻ പറ്റത്തില്ല, ക്രിസ്തു നമ്മളിലേക്കും വരണം. ഓക്കെ. ക്രിസ്തുവിൽ നമ്മളായത് എപ്പോഴാ? ആർക്ക് പറയാം? ആർക്കേലും ഓർമ്മയുണ്ടോ? ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മൾ ക്രിസ്തുവിലുണ്ട് അല്ലേ? ഓർമ്മയില്ല? പുസ്തകത്തിനകത്ത്, ഞാൻ ബൈബിളിനകത്ത് പേപ്പർ വെച്ചുകൊണ്ടാണെന്ന്. ക്രിസ്തു നമ്മളിൽ വന്ന എപ്പോഴാ? ഞാൻ രക്ഷിക്കപ്പെടുമ്പോഴാ അല്ലേ? അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ശരിക്കും പ്രായോഗിക തലത്തിൽ തുടങ്ങുന്ന എപ്പോഴാ? ക്രിസ്തു നമ്മളിൽ വരുമ്പോൾ തൊട്ടാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാകുന്നുള്ളൂ? വിശുദ്ധീകരണം ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇറ്റ്സ് ഓൺലി പോസിബിൾ ഇൻ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, വിത്ത് ഹിസ് സ്പിരിറ്റ്. അപ്പോൾ പ്രധാന പ്രശ്നം ക്രിസ്തുവിൽ നമ്മളുണ്ടോ എന്നുള്ളതല്ല, നമ്മളത് അനുഭവിക്കണമെങ്കിൽ ക്രിസ്തു നമ്മളിലുണ്ടോ എന്നുള്ളതാണ്. അതിന് വലിയൊരു മാനസാന്തരം ആവശ്യമാണ്. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിശുദ്ധി അനുഭവിക്കാൻ സാധിക്കുന്നത്. നമുക്ക് കൊളോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മളെ വിശുദ്ധീകരിച്ചത്? ക്രിസ്തു ആരാണ്? കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും മനുഷ്യരൂപത്തിൽ വസിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ഒരു ദേഹം. ആ ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു പകരം ദേഹം. മനസ്സിലാവുന്നുണ്ടോ? കണക്ട് ചെയ്യുന്നുണ്ടോ? പാപജഡത്തിന് സദൃശമായ ഒരു പകരം ദേഹത്തിൽ എന്താ വസിക്കുന്നേ? ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിൽ, ദേഹത്തിൽ, അവന്റെ ശരീരത്തിൽ വസിക്കുന്നു. അടുത്ത വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ
നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. വി ഹാവ് ബീൻ പെർഫെക്റ്റഡ് ഇൻ ദാറ്റ് ക്രൈസ്റ്റ്. അവനിൽ, അവന്റെ ശരീരത്തിൽ. അപ്പം ദൈവത്തിന് എന്തെല്ലാം തികവുണ്ടോ അതെല്ലാം നമുക്ക് തരാൻ അവൻ ആഗ്രഹമുണ്ട്. അത് ദേഹരൂപമായി, ശരീരരൂപമായി വസിക്കുന്നത് യേശുവിലേ ഉള്ളൂ. ആ ശരീരത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊരു മാജിക്കൽ ഓപ്പറേഷനാണ് ദൈവം ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. നോ അതർ വേ. നമ്മൾ തന്നെ വിശദീകരിക്കപ്പെട്ടോളാം പറഞ്ഞാൽ ഒരിക്കലും ഈ തലത്തിലോട്ട് എത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു താഴ്ന്ന ലെവലിൽ നമ്മുടെ വിശുദ്ധി കൺക്ലൂഡ് ചെയ്യും. നമുക്കൊരിക്കലും ഈ 9-ാം വാക്യം, ദൈവത്തിന്റെ എല്ലാ സർവസമ്പൂർണതയും, ഇതാ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ എല്ലാ നിറവും നിറഞ്ഞു വരേണ്ടതിന്. അപ്പൊ അത് ആരിലൂടെ മാത്രമേ സാധിക്കുള്ളൂ? അതെല്ലാം ദേഹരൂപമായി വസിക്കുന്ന എനിക്ക് പകരക്കാരനായ ഒരു ശരീരമുണ്ട്. അവൻ എനിക്ക് പകരക്കാരനാണ്. അതാ എൻ്റെ ആശ്വാസം. ഞാൻ മാത്രം ഈ ലോകത്ത് പാപി ഉണ്ടായിരുന്നുള്ളെങ്കിൽ അവൻ എൻ്റെ ഷേപ്പിലായിരുന്നേനെ. ഈ ദൈവത്തിൻ്റെ ഫുൾ മഹിമയും കൂടെ അതെൻ്റെ അവകാശമാണ്. എന്താ മക്കളുടെ അവകാശം എന്നറിയോ? ക്രിസ്തുവിനുള്ളത് എല്ലാത്തിലും നമുക്ക് അവകാശമാണ്. ആ വിശുദ്ധി നമുക്ക് അങ്ങനെ ലഭിക്കുന്നത്. ബിക്കോസ് വി ആർ ഇൻ ഹിം. അടുത്ത വാക്യം നോക്കി, 10-ാം വാക്യം, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിലാണ് നിങ്ങളെന്ന് എപ്പോൾ വിശ്വസിക്കുന്നു, ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നോ അപ്പോൾ ദൈവം നിങ്ങളെ പരിപൂർണരായിട്ടാണ് കാണുന്നത്. അതാണ് അതിൻ്റെ പെർഫെക്ഷൻ. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് ശരിക്കും ദൈവം നമ്മളെ കാണുന്നത്. ത്രൂ ഫെയ്ത്ത് വെൻ വി ആർ ഇൻ ക്രൈസ്റ്റ്, നമ്മൾ പറയാണ്, കർത്താവെ ഞാനല്ല നീ അത്ര ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഐ ആം ക്ലിങ്ങിങ് ഓൺ ടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ജീവനിലേക്ക് ഞാൻ അള്ളിപ്പിടിക്കുകയാണ്. കർത്താവെ ഞാനല്ല നീ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ആവുകയാണ്, അല്ലേ? അപ്പോൾ അവൻ്റെ വിശുദ്ധി എൻ്റെ പേരിലാണ് വരുന്നത്, അവൻ്റെ നീതി എൻ്റെ പേര്. അവൻ നമുക്ക് വേണ്ടി നീതീകരണവും ശുദ്ധീകരണവും ആയി തീർന്നു. ഹി ബിക്കെയിം അവർ ഹോളിനെസ്, സാങ്ക്ടിഫിക്കേഷൻ. ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ടാകുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഈ ദൈവത്തിൻ്റെ വിശുദ്ധി? ഹൗ ക്യാൻ വി എക്സ്പീരിയൻസ് ഇറ്റ്? നമ്മൾ ചില വാക്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധിയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില വാക്കുകൾ. ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം. മലയാളത്തിൽ വരുമ്പം അത് പലപ്പോഴും ശുദ്ധീകരണമെന്നും വിശുദ്ധീകരണമെന്നും ഇടകലർത്തി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്ര ശ്രദ്ധിക്കേണ്ട. ഞാനത് ഇംഗ്ലീഷിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് വിശുദ്ധി എന്ന വാക്ക്, ഹോളി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത്. രണ്ട് 1, 2, 3 വായിക്കാം. 2-ാം അധ്യായത്തിൽ 1, 2, 3. ഏഴാം ദിവസം നിവൃത്തനായി. അടുത്ത വാക്യം. അപ്പോൾ ആദ്യം ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു ദിവസത്തെയാണ്, 7-ാം ദിവസം. 7-ാം ദിവസം ഒരു ശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. അതിൻ്റെ കാരണം എന്താണ്? ദൈവം വിശ്രമിക്കുകയാണ്. ഹീസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ പ്രവൃത്തി കഴിഞ്ഞു. 6 ദിവസത്തെ പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഈ വിശുദ്ധീകരണമാണ്, അല്ലേ? സൃഷ്ടി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. പക്ഷേ സൃഷ്ടി അലങ്കോലമായി പോയതുകൊണ്ട് ഈ സൃഷ്ടിക്ക് എങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല? ഈ ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിലേക്കും റെസ്റ്റിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാകുന്ന വലിയൊരു സത്യമുണ്ട്. ദൈവം സമയത്തെ ഉണ്ടാക്കി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഗോഡ് ക്രിയേറ്റഡ് ടൈം, സ്പേസ് ആൻഡ് മാറ്റർ ബൈ എ സിംഗിൾ കമാൻഡ്. 3 സെപ്പറേറ്റ് കമാൻഡ് അല്ല, ഒറ്റ കമാൻഡിലാണ് ടൈം, സ്പേസ് ആൻഡ് മാറ്റർ ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് സയൻസും പറയുന്നത്. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ ടൈമും അവിടെ ഉണ്ടായതാണെന്നാണ്, അതിനു മുമ്പില്ല. ദാറ്റ്സ് വാട്ട് ഐൻസ്റ്റീൻ സേസ്, റിലേറ്റിവിറ്റി സേസ്. എല്ലാം ഒന്നിച്ചുണ്ടായത്. പക്ഷേ ബിഗ് ബാങ്ങിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ ബിലീവ് ഗോഡ് മെയ്ഡ് ഹെവൻസ് ആൻഡ് ദ എർത്ത്, സ്പേസ് ആൻഡ് മാറ്റർ അലോങ് വിത്ത് ടൈം. ഇൻ ദ ബിഗിനിങ്, സമയം തുടങ്ങിയപ്പോൾ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് ഇതെല്ലാം ഉണ്ടായി.
ഒന്നാം ദിവസം തീരുന്നത് ആകാശവും ഡേയും നൈറ്റും എല്ലാം വേർതിരിച്ചപ്പോഴാണ്. അതൊന്നും ഭൂമിയിൽ നടക്കുന്ന കാര്യമല്ല, അത് പ്രപഞ്ചത്തിൽ നടക്കുന്ന വെളിച്ചവും രാത്രിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒന്നാം ദിവസം കഴിഞ്ഞു. ആറാം ദിവസം എപ്പോഴാണ് കഴിയുന്നതെന്നറിയോ? മനുഷ്യനെ സൃഷ്ടിച്ച ശേഷമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എപ്പോഴാണ്? 27-ാം വാക്യത്തിൽ 27-ാം വാക്യത്തിൽ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഓക്കെ, ഇനി ആ വാക്യത്തിൻ്റെ ആ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച 31. അപ്പം മനുഷ്യനുണ്ടായി അല്ലേ? മനുഷ്യനുണ്ടായി. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി. അപ്പം മനുഷ്യനുണ്ടായ ശേഷമാണ് സന്ധ്യയായി ഉഷസ്സായി ആറാം ദിവസം എന്ന് പറഞ്ഞാൽ ആറാം ദിവസം തീർന്നു കഴിയുമ്പോഴാണ് പറയുന്നത് സന്ധ്യയായി ഉഷസ്സായി ആറാം ദിവസം. ഇനി അടുത്ത 7-ാം ദിവസമാണ്. ആറാം ദിവസത്തിൽ എന്താ നടന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പോട്ട് വായിക്കണം, പുറകോട്ടല്ല. ആറാം ദിവസത്തിൽ നടന്ന എല്ലാം കഴിഞ്ഞ ശേഷമാണ് ആറാം ദിവസമായി തീർന്നു, ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. 6 days ഓവർ. ഒന്നാമത്തെ ദിവസം അങ്ങനെ ഓവറായി, രണ്ടാമത്തെ ദിവസം അങ്ങനെ ഓവറായി, അങ്ങനെ 6 ദിവസം ഓവറായി, സൃഷ്ടിയെല്ലാം പൂർത്തിയായി. 7-ാം ദിവസം തുടങ്ങി, പക്ഷെ അത് തീർന്നിട്ടില്ല. എത്രവർക്ക് മനസ്സിലായി? സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം ഒന്ന് നമ്മൾ ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. അത് 7 days കണ്ടിന്യൂയിങ്. അപ്പം ദൈവത്തിൻ്റെ റെസ്റ്റ് തുടരുകയാണ്. അപ്പം ദൈവം ഇസ്രായേൽ മക്കളോട് പറയാണ്, ആഴ്ചയിൽ ഒരിക്കലും നീ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ റെസ്റ്റ് ചെയ്യണം. ഐ ആം ഇൻ റെസ്റ്റ്, യു ഷുഡ് ഓൾസോ ജോയിൻ മൈ റെസ്റ്റ് വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ സ്വസ്ഥമായിരിക്കണം. അത് ശുദ്ധീകരണമാണ്. അപ്പം ശുദ്ധീകരണത്തിലുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്വസ്ഥതയാണ്, ദൈവവുമായിട്ടുള്ളൊരു സ്വസ്ഥത. ഇത് ഈ 7-ാം ദിവസം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. അപ്പം 7th day is എ വെരി ലോങ് ഡേ. അതെവിടാന്ന് ഞാൻ കാണിച്ചു തരാം. എബ്രായ ലേഖനത്തിലുണ്ട്, അങ്ങോട്ട് വരുവാണ് നമ്മൾ. 7-ാം ദിവസം ഇപ്പോഴും തുടരുന്നു തന്നെ വ്യക്തമായി തെളിച്ചെഴുതി വെച്ചിട്ടുണ്ട്. 7-ാം ദിവസം ഇത്രയും വലുതായതുകൊണ്ട് ആദ്യത്തെ 6 ദിവസം ഇതുപോലെ തന്നെ വലിയ ദിവസങ്ങളായിരുന്നിരിക്കാം. അപ്പോൾ പ്രപഞ്ചത്തിന് നമ്മൾ വിചാരിക്കുന്ന ഏജ് ആയിരിക്കില്ല. ഇത് എത്ര ഏജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു വഴിയും ഇല്ല. കാരണം ദിസ് വെർ ഓൾ ലോങ് ഡേയ്സ്, കോസ്മിക് ഡേയ്സ്. അതിൻ്റെ തെളിവ് 7-ാം ദിവസം ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ആക്ഷരികമായൊരു ദിവസമായിരുന്നെങ്കിൽ അത് അന്നേ തീർന്നു പോയേനെ. പക്ഷെ അത് അന്നേ തീർന്നു പോയിട്ടില്ല. കാരണം അത് കോസ്മിക് ഡേ ആണ്, ദറ്റ് സ്ട്രെച്ചസ് ഇറ്റ് സെൽഫ് ത്രൂ ദ എൻഡ് ഓഫ് ടൈം. സമയം തീരുന്ന വരെ ഇനി 7-ാം ദിവസം ഉണ്ടാവും. അതെപ്പോഴാണ് നമുക്കറിയാൻ വയ്യ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ 7-ാം ദിവസത്തിൻ്റെ സന്ധ്യാസമയത്താണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നു, പിന്നെ നിത്യതയാണ്. ഈ സന്ധ്യാസമയത്ത് എന്നെ നിങ്ങളോട് സംസാരിക്കാൻ വിട്ടിരിക്കുകയാണ്. ഇതെത്ര പേർക്ക് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇത് വളരെ അവസാന പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വേർജ് ഓഫ് എവറിത്തിങ്. ഈ റെസ്റ്റ്, ദൈവത്തിൻ്റെ സ്വസ്ഥത, അത് വിശുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധിയുടെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് പീസ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള സ്വസ്ഥത, മനുഷ്യരോടുള്ള സ്വസ്ഥത, ശാബത്ത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 4. എബ്രായർ 4. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുവിൻ. ഇതാ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിൽ പ്രവേശിക്കാൻ, വിശുദ്ധിയിൽ പ്രവേശിക്കാനുള്ള ടൈം ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങൾക്കത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുക. അടുത്ത വാക്യം. അവരെ പോലെ നാമും. അവരാരാന്നറിയോ? പഴയ നിയമകാലത്തെ ആൾക്കാരും മറ്റു കേട്ടിട്ട് അനുസരിക്കാത്തവരുമാണ്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. എങ്കിലും കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവർക്കത് ഉപകാരമായി വന്നില്ല. അപ്പോൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെ, നോട്ട് കുറിക്കുന്നുണ്ടെങ്കിലും, വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ടെങ്കിലും ഇത് വിശ്വാസമായി മാറുന്നില്ലെങ്കിൽ
അത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലും. അങ്ങനെ അനേകം ആളുകൾ കേട്ടും നോട്ട് കുറിച്ചും CD കേട്ടും വിശ്വാസമുളവാകാതെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിപ്പുണ്ട്. നമ്മൾ അക്കൂട്ടത്തിലുള്ളവരാകരുത്. വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. അടുത്ത വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പം വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടോ നിങ്ങൾ ഒരുപക്ഷെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചവരാണെങ്കിൽ, രക്ഷാകരമായ വിശ്വാസം നിങ്ങളിൽ ഉളവായിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസത്താലാണ് നിങ്ങൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഞാൻ നിങ്ങളോട് ശരിക്കും ചോദിക്കേണ്ട കാര്യം, രക്ഷാനിർണയം പ്രാപിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. ആർ യു ഷുവർ ദാറ്റ് യു ആർ സേവ്ഡ്? അത് ചുമ്മാ അടിച്ചു വിടുന്ന ചോദ്യമല്ല, വെറുതെ ഉത്തരം പറയാനല്ല. ആത്മാവിനോട് ചോദിക്കണം, ആം ഐ ഷുവർ ദാറ്റ് ഐ ആം സേവ്ഡ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദത്തം ഇതാണ്: നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺഷുവർനെസ് ഉണ്ടെങ്കിൽ, അതായത് ഷുവർ അല്ലാത്ത ഒരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. ഇന്ന് വിളിച്ചപേക്ഷിച്ചാലും മതി. ഇന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എനിക്ക് ഉറപ്പില്ല, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാനും യേശുവിൻ്റെ ജീവൻ ജീവിക്കുവാൻ വേണ്ടി, അങ്ങയുടെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. നിങ്ങൾ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ പറഞ്ഞാൽ ആ വിശ്വാസം നിങ്ങളെ അപ്പം തന്നെ രക്ഷിക്കും. ഇനി പെന്തക്കോസ്താരായല്ലോ, 10-25 വർഷം ആയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഉഴപ്പരുത്. നിങ്ങൾ ഇനി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് പേടിക്കരുത്. കാരണം ഇപ്പോഴെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ. ഈ വചനമെല്ലാം കേട്ടിട്ടത് വിശ്വാസമായി പരിണമിക്കാതെ പ്രാണന്റെ പ്രമാണത്തിൽ, ബുദ്ധിയുടെ പ്രമാണത്തിൽ തന്നെ നിങ്ങൾ ഇരുന്നാൽ സംഭവിക്കുന്നത്, ഇത് നിങ്ങൾക്ക് വിശ്വാസമായി പരിണമിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കില്ല. 7-ാം ദിവസത്തിൽ നമ്മൾ സ്വസ്ഥത പ്രാപിക്കുകയില്ല. അടുത്ത വാക്യം, ഇതാ ഉൽപ്പത്തിയായിട്ട് കണക്ട് ചെയ്യുന്നത്. നോക്കിയോ, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷം അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് എൻ്റെ കോപത്തിൽ സത്യം ചെയ്തെന്ന് അരുളി ചെയ്തിരിക്കുന്നല്ലോ. പ്രവൃത്തികൾ തീർന്നുപോയി, റെസ്റ്റ് തുടങ്ങി. പക്ഷെ ചില അവന്മാർ ഇതിനകത്ത് കയറില്ല എന്ന് ദൈവം പ്രതിജ്ഞ എടുത്തു, അവനെ കയറ്റത്തില്ല. അപ്പൊ അതിനർത്ഥം എന്താ? വാതിൽ തുറന്നിട്ടുണ്ട്, ചിലവന്മാരെ കയറ്റിയിട്ടില്ല. അടുത്ത വാക്യം, 7-ാം നാളിൽ, ഈ 7-ാം നാളിനെ കുറിച്ച് പറയുന്നത്, 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞേക്കുന്നു. ഒരിടത്തല്ല, നമ്മളിപ്പോൾ വായിച്ച അടുത്ത വാക്യം, എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പൊ അനുസരിക്കാത്തവരും വിശ്വസിക്കാത്തവരും ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ദൈവം കഠിനമായി സത്യം ചെയ്തിരിക്കുന്നു. അതായത് വിശ്വസിക്കാത്ത ഒരു ജഡവും, വചനം വിശ്വാസമായി പരിണമിക്കാത്ത ഒരു ജഡവും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അത് ഓപ്പണാണ്, പക്ഷെ പ്രവേശിക്കില്ല എന്ന് ദൈവം കഠിനമായി സത്യം ചെയ്യുന്നു. അടുത്ത വാക്യം, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഈ 7-ാം ദിവസത്തിന്റെ അവസാന നാഴികയിൽ ഇടശേഷിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾക്കുള്ള ഇട അവിടെ ഉണ്ട്. അതാ നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം. ഇതാ ക്ലോസ് ചെയ്യാൻ പോവാണ്. കുറച്ച് ആളുകൾ വിശ്വാസമായി പരിണമിക്കാതെ വചനം കേട്ട അനേകം ആൾക്കാർ സഭയിലുണ്ടാകാം, പക്ഷെ അതിൽ പ്രവേശിക്കാൻ ഇനി ഇട ബാക്കിയുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ളവരായാലും അകത്തുനിന്നുള്ളവരായാലും കുറച്ചു പേരും കൂടെ ഇതിനകത്ത് കയറാനുള്ള ഇട ഇപ്പൊ ശേഷിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് വചനം സംസാരിക്കുന്നത്. അടുത്ത വാക്യം, ശേഷിച്ചിരിക്കാലും മുൻപേ ഇത് കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞ പോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും ശേഷിക്കുന്നു എന്നല്ലേ നിശ്ചയിക്കുന്നു. ഓക്കെ, അപ്പൊ ദാവീദിന്റെ കാലത്തോട്ട് പറയുന്നതെന്നാ പറയുന്നത്, ശേഷിക്കുന്നുണ്ട്, കേറിക്കോ. അതിന് മുമ്പേ തൊട്ടേ പറയുന്ന കേറിക്കോ. യോശുവയുടെ കാലം തൊട്ടേ പറയുന്ന കേറിക്കോ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചോ. അടുത്ത വാക്യം, അന്ന് കാലത്ത് അവർ വിചാരിച്ചിരുന്ന യുദ്ധങ്ങളെല്ലാം തീർന്ന് കനാൻ ദേശത്തോട്ട് പ്രവേശിച്ചപ്പോൾ അവർക്ക് സ്വസ്ഥതയായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വസ്ഥത. എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ ഓട്ടോടി മരുഭൂമി കടന്ന് അപ്പുറത്തെ ആടി ഒരു നല്ലൊരു ദേശത്ത് നിന്നൊരു വീടൊക്കെ വെച്ച് സ്വസ്ഥതയായി. ശത്രുക്കളെല്ലാം കർത്താവ് താറടിയാക്കി, നമ്മളെ നിന്ദിച്ചവരുടെ എല്ലാം മുമ്പിൽ മാനിച്ചു, നമുക്ക് വീട് വെച്ചു, എല്ലാം ആയി. അപ്പോൾ സ്വസ്ഥതയായി. യോശുവ വരുത്തിയ സ്വസ്ഥത അതായിരുന്നു സ്വസ്ഥതയെങ്കിൽ അതുമല്ല. മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ കനാൻ ദേശത്തേക്ക് എബ്രഹാം വന്നപ്പോൾ അവിടെ കൂടാരം അടിച്ച് അവിടെ സ്വസ്ഥതയെങ്കിൽ പിന്നെ അവൻ എന്തിനു വേണ്ടി കാത്തിരിക്കണ്ട?
ദൈവം കൈപ്പണിയായി പണിയുന്ന ഒരു നഗരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. അവിടെയൊന്നും സ്വസ്ഥത വരുന്നില്ല. സ്വസ്ഥത വരുന്നത് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നതല്ല സ്വസ്ഥത. സ്വസ്ഥത ഇനി വരാൻ പോകുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നോക്കി, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഇത് നീണ്ട ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാകുന്ന വേദവചനമാണ്. ഇതിനകത്ത് നമ്മൾ കണ്ടോ, ഒരു വാക്യം ഒരിടത്തുനിന്ന് ചുമ്മാ ഒരു വാക്യം എടുത്ത് ഒരെണ്ണം പോലും ഞാൻ എടുത്തിട്ടില്ല. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അടുത്ത വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും. അതാരാ? അത് തന്നെ, കർത്താവ്. ആരാ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്? കർത്താവ്. അവൻ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. അവൻ എന്ത് ചെയ്തു? താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിരിക്കുന്നു. അപ്പൊ കർത്താവ് ക്രൂശിൽ വെച്ച് എന്താ പറഞ്ഞത്? നിവൃത്തിയായി, എൻ്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എങ്ങോട്ട് പ്രവേശിച്ചു? പിതാവിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. എത്ര മനോഹരമല്ലേ! അവൻ നമുക്ക് വേണ്ടി അത് നിവൃത്തിയായി. അപ്പം നമ്മളും ഉണ്ട് അതിനകത്ത്. യേശു നിവൃത്തിയനായി സ്വസ്ഥതയിലോട്ട് പ്രവേശിച്ചപ്പോൾ നമ്മളും ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ? അടുത്ത വാക്യം. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാമും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. അപ്പം നമ്മൾ എപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പിതാവുമായൊരു സ്വസ്ഥത. യേശു അനുഭവിച്ച അതേ സ്വസ്ഥത എനിക്ക് വേണമെങ്കിൽ, സമാധാനമായി ഇന്ന് കിടന്നുറങ്ങി കർത്താവിൻ്റെ കൈകളിൽ ഉറങ്ങണമെങ്കിൽ, ഇന്നത്തെ ദിവസം ഞാൻ ആ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് സാധിക്കില്ല. യേശുവിന് മാത്രമേ ആ സ്വസ്ഥത തരാൻ സാധിക്കുള്ളൂ. വി ഷുഡ് ബി ലിവിങ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ വിശുദ്ധരാണോ നമ്മളെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം, ഡു യു ഹാവ് പീസ് വിത്ത് ദ ഫാദർ? അതാണ്. ദൈവവുമായി സമാധാനമുണ്ടോ? അവനുമായൊരു സ്വസ്ഥതയുണ്ടോ? അതോ അസ്വസ്ഥമായ മനസ്സാണോ? അസ്വസ്ഥമായ മനസ്സിന് ഒരിക്കലും ശാപത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഉപജീവന ചിന്തകളാൽ കലങ്ങിയിട്ട് ആ ദിവസം നിങ്ങൾക്കൊരു കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിക്കുമെന്ന് പറയാൻ കാരണം, ഉപജീവന ചിന്തകൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും, സ്വസ്ഥതയില്ലാത്തതാക്കും. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ആവശ്യത്തിന് അസ്വസ്ഥതയുണ്ട്. എക്സാമിനേഷൻ, പഠിത്തം, പ്രഷർ, ജോലി, അത് ഇത്, ഇതിൻ്റെ എല്ലാം മുകളിൽ ദൈവം രാജാവായിരിക്കുന്നു നമ്മൾ സമ്മതിച്ചാൽ വി വിൽ എൻ്റർ ഇൻ ടു ഹിസ് റെസ്റ്റ്. അപ്പൊ വിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ടു ബി ഏബിൾ ടു എൻജോയ് ദ റെസ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വസ്ഥത. യേശു ക്രൂശിലേക്ക് നടക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നെ വല്ല പിടിച്ച് ക്രൂശിക്കാൻ നോക്കിയായിരുന്നെങ്കിൽ ഞാൻ യെരുശലേം പോയിട്ട് എൻ്റെ അലർച്ച ഇവിടെ ഇന്ത്യ കേട്ടേനെ അല്ലേ? നമ്മൾ ചെയ്യാത്ത കുറ്റമല്ല, ചെയ്ത കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് അവൻ രണ്ട് പൊട്ടിക്കാൻ തോന്നും. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് യേശുവിനെ പിടിച്ച് ക്രൂശിൽ കൊണ്ട് ഒരൊറ്റ അക്ഷരവും മിണ്ടുന്നില്ല. അവനൊരക്ഷരം മിണ്ടിയായിരുന്നെങ്കിൽ പീലാത്തോസ് അവനെ രക്ഷപ്പെടുത്തിയേനെ. പീലാത്തോസിനോട് ചോദിക്കും, ഒരു സാക്ഷി പോലും ഇല്ല നിന്റെ എതിരെ പറയാൻ, നല്ല സാക്ഷി, എനിക്ക് നല്ല ബോധ്യമുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നിന്നോട് ചോദിക്കുന്നത്. നീ ഒരൊറ്റ വാക്ക് പറ, ഇവര് പറഞ്ഞതല്ലോ നീ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? കർത്താവ് പറഞ്ഞു, പിതാവ് തന്നിട്ടല്ലാതെ ഒരു അധികാരവും നിനക്കില്ല. മറുപടി. എന്നോട് കർത്താവ് പറഞ്ഞു, അവന് വേണമെങ്കിൽ രക്ഷപ്പെടായിരുന്നു. ഒരു വാക്ക് പീലാത്തോസിനോട് പറഞ്ഞായിരുന്നെങ്കിൽ കൈസറോട് പറയായിരുന്നു, ഇതൊക്കെയാണ് ഇവർ ആർഗ്യൂ ചെയ്തതെങ്കിലും ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ നിഷേധിച്ചു, തെളിവുകളുമില്ല, പ്രതി പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്തിട്ടില്ല, തെളിവുമില്ല, അതുകൊണ്ട് വെറുതെ വിട്ടു എന്ന് പറയാമായിരുന്നു. പക്ഷെ പ്രതി പറയണ്ടേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്? പ്രതി ഒന്നും മിണ്ടുന്നില്ല. രാജാവാണെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ക്രൂശിനെ കിട്ടോ അടുത്ത ചെല്ലുന്നേ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് അങ്ങനെ നിശബ്ദനായി നിൽക്കണമെങ്കിൽ അവൻ്റെ ഹൃദയം എത്ര സ്വസ്ഥമായിരുന്നേനെ. നമ്മുടെ ഹൃദയം സ്വസ്ഥമാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും നിശബ്ദരായിരിക്കും, ഒരിടത്തും ബഹളം വയ്ക്കത്തില്ല. നമ്മൾ ഈ രാവിലെ ഞങ്ങൾ ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ക്വയറ്റ് ടൈം എടുക്കുക എന്ന് പറയുന്നത്. ക്വയറ്റ് ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ICPF ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ICPF എന്ന് ബന്ധപ്പെട്ടിട്ടില്ല ആ കാലത്ത്. ഞങ്ങളുടെ ഇഷ്ടപ്രസ്ഥാനങ്ങൾ EU-വും ക്യാമ്പസ് ക്രൂസൈഡും ഒക്കെ ആയിരുന്നു. അന്ന് പെന്തക്കോസ്തിൻ്റെ ആ ഒരു ഇതിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ EU-കാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ് ഒരു 5 o'clock 5:30 എഴുന്നേറ്റിരുന്ന് ബൈബിളൊക്കെ വായിച്ച് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ അടുത്തിരിക്കുക. സ്വസ്ഥത പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രാക്ടീസിങ് ഹോളിനെസ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ രാവിലെ 5 മണിക്ക് എന്തിനാണ് എഴുന്നേക്കുന്നത്? കാരണം ഐ എം എ നൈറ്റ് ബേർഡ്. ഞാൻ കിടക്കുമ്പോൾ 1 മണി 2 മണിയാണ്.
അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കഷ്ടിച്ചാണ് രാവിലെ എഴുന്നേപ്പ്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, പഠിക്കണമെങ്കിലും ലേറ്റ് നൈറ്റാണ് എനിക്കിഷ്ടം, കാരണം ഉറങ്ങിപ്പോയാൽ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവും, എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, രാവിലെ 5 മണിക്ക് എന്തിന്, ഈവനിങ് ആയാലും എന്നാ കുഴപ്പം? അപ്പോൾ അവർ പറഞ്ഞു, രാവിലെയാണ് ശരിക്കും ക്വയറ്റ് ടൈം എടുക്കാൻ ഏറ്റവും നല്ലത്, പഠിക്കാൻ ഏറ്റവും നല്ല സമയം അതാ രാവിലെയാണ് എന്നാ പറയുന്നത്. കാരണം വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ഡിസ്ട്രാക്ഷൻസ് ഇല്ല, ആരും ഉപദ്രവിക്കാനില്ല, വേറെ ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ ശാന്തമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാം. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, അതിനകത്ത് എന്താ കാര്യം ഇരിക്കുന്നത്? എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ ഞാൻ നിശബ്ദരായിരിക്കുന്നില്ല. എന്താ കാര്യം ഇരിക്കുന്നത്? എല്ലാവരും ബഹളം വയ്ക്കുമ്പോൾ നിശബ്ദനായി നോക്കിക്കേ. ക്രൂശിൻ്റെ മഹാബഹളത്തിനിടയിൽ നിശബ്ദനായിരുന്നു നോക്കി. ഭയങ്കര പ്രതിസന്ധിയുടെ നടുവിൽ ഹൃദയം ഒന്ന് നിശബ്ദമായിക്കേ. അതാണ് ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ ഒരടയാളം എന്ന് പറയുന്നത്, വാട്ട് എവർ മേ ഹാപ്പൻ അറൗണ്ട് യു, യുവർ ഹാർട്ട് ഈസ് അറ്റ് പീസ് വിത്ത് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ട്രാൻക്വിൽ സ്റ്റേജ്. അതായത് ഇളകാത്ത കാമായ ഒരു അന്തരീക്ഷത്തിലെ ഹൃദയം ക്രിസ്തു നിമിത്തം അങ്ങനെ ഇരിക്കുന്നതിനെയാണ് ശരിക്കും വിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാം അതുമൊക്കെ ചോദിക്കും. ഇവിടെ പറയുന്നതെന്നറിയോ? എന്നെ അവർ നിന്ദിക്കുന്നു, അപമാനിക്കുന്നു, അവരുടെ മുമ്പിൽ എന്നെ മാനമായി നടത്തണമേ. നിനക്ക് ദൈവമായിട്ട് സ്വസ്ഥത ഉണ്ടെങ്കിൽ പിന്നെ അവർ നിന്ദിച്ചാൽ എന്നാ കുഴപ്പം? നീ മരിച്ചതാണെങ്കിൽ പിന്നെ അവർ നിന്ദിച്ചാൽ എന്താ കുഴപ്പം? ഓ, എന്നെ ആ ചർച്ച ചെന്നിട്ട് അവരൊട്ടും ബഹുമാനിച്ചില്ല ബ്രദർ. നീ ചത്തവനെ എന്നാ ബഹുമാനിക്കാനാണ് ബ്രദർ? എനിക്കൊന്ന് പാടാൻ പോലും ഒരു അവസരം തന്നില്ല എന്ന് ഒരാൾ പറഞ്ഞ. പണ്ട് എത്രയോ പാട്ട് ഇവിടെ പാടി, കൂടെ പാടാമായിരുന്നല്ലോ സുഖമായിട്ട്. ഇതെല്ലാം ചാകാത്ത മനുഷ്യന്റെ കംപ്ലൈന്റുകളാണ്. എനിക്ക് അവസരം തന്നില്ല. ചത്തവൻ എന്ത് അവസരം കൊടുക്കാൻ? എന്നാ ബഹുമാനിക്കാൻ അതിന്? സ്വസ്ഥത എന്ന് പറഞ്ഞ് പഴയ ജഡം കിടന്ന് കലവില ശബ്ദം ഉണ്ടാക്കാത്ത ഒരു അന്തരീക്ഷത്തെയാണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നത്. ഇഫ് യുവർ ഹാർട്ട് ഈസ് അറ്റ് റെസ്റ്റ്, യു ആർ ഹോളി. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റാണ്. ക്യാൻ യു റെസ്റ്റ് വിത്ത് ദ ലോർഡ്? എൻ്റെ ലൈഫല്ല, ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത് എന്നെനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം മൂലമാണ് നമ്മൾ എങ്ങോട്ട് പ്രവേശിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അവസാനം എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇതാണ്: അതുകൊണ്ട് നാം ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. അപ്പോൾ അനുസരണക്കേടിൽ വീഴുന്ന എന്തുകൊണ്ടാണ്? സ്വസ്ഥതയില്ലാത്തോണ്ടാ. പ്രവാചകന്മാരെ അന്വേഷിച്ചു പോകുന്ന എന്തുകൊണ്ടാ? ഒരു സ്വസ്ഥതയില്ലാത്തോണ്ടാ. പ്രാർത്ഥിക്ക, കർത്താവേ എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഇപ്പൊ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കയ്യിലിരിക്കുവാടാ മോനെ. സമാധാനമില്ല. പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും തോന്നിയോ? ഈ തോന്നുന്ന പറഞ്ഞ് ആകെ പുലിവാലായി ചോദിച്ചിരുന്നു. ഇത് പ്രവാചകന്മാർ മുതലെടുക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്? സ്വസ്ഥതയുള്ളവന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. സ്റ്റിൽ വോയിസ്, അവനവൻ്റെ വോയിസ് കേൾക്കാം. ഓക്കെ, അങ്ങോട്ടാണ് നമ്മൾ ഇനി അടുത്ത പടിയിലേക്ക് വരുന്നത്. ഈ വെൻ യു ആർ എൻജോയിങ് ദ ഹോളിനെസ് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും മനസ്സിനകത്തുനിന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും തുടങ്ങും. വിശുദ്ധിയിൽ മാത്രമേ ദൈവം വെളിപ്പാടുകളെ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ 100,000 ശബ്ദങ്ങളുടെ ഇടയിൽ ദൈവം സംസാരിക്കുന്നില്ല. വെൻ വി ആർ അറ്റ് റെസ്റ്റ് വിത്ത് ഹിം, ഹി സ്പീക്സ്. ഓക്കെ, അപ്പോൾ അനുസരണക്കേട് സംഭവിക്കുന്നത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് കൊണ്ടാണ്. അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൽ എത്ര ദിവസമുണ്ട്? ഈ പ്രപഞ്ചത്തിൽ ആകെ 7 ദിവസമുള്ളൂ. ഇതെല്ലാം തീരാറായി, അവസാനിക്കാറായി. ലാസ്റ്റ് ഡേയുടെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ഇരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ ഒന്നും അറിയാം. പക്ഷെ നമ്മൾ ഈ നിമിഷം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കണം. മരിച്ചു കഴിയുമ്പോൾ പറയും, ഓ കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രാപിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ, അല്ലേ? കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചു നമ്മൾ പറയുന്നത് മഹത്വത്തിൽ പ്രവേശിച്ചു, മഹത്വത്തിലേക്ക് നോക്കി. അതൊക്കെ ഇപ്പോഴേ പ്രാപിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, എനിവേ, ഇനി രണ്ടാമത് വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന വാക്ക് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം.
വിശുദ്ധ ഭൂമിയാകയാൽ. ഏതായി വിശുദ്ധ ഭൂമി? അവർ നിന്ന സ്ഥലമാണോ വിശുദ്ധ ഭൂമി? അല്ല. ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ സ്വീകരിക്കാൻ മോശ നിന്ന സ്ഥലമാണ് വിശുദ്ധ ഭൂമി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെൻ അവർ ഹാർട്ട് ഈസ് സ്റ്റിൽ ആൻഡ് അറ്റ് പീസ് വിത്ത് ഗോഡ്, യു ക്യാൻ ലിസൺ ടു ഗോഡ് എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ നമുക്ക് കേൾക്കാം. അവൻ സംസാരിക്കും നമ്മൾ കേൾക്കണമെങ്കിൽ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയും. എന്തിനാ ഈ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുന്നേ? നിങ്ങൾ ചെരുപ്പിട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ കാലിലെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞ്? എന്തിനാ കളഞ്ഞേ? ഞാനും ഇട്ടിട്ടില്ല. എന്തിനാ കളഞ്ഞത്? കാർപ്പറ്റ് ചെളിയാകാതിരിക്കാനാണോ? പിന്നെ വിശുദ്ധ സ്ഥലമായതുകൊണ്ട്. ഇത് വിശുദ്ധ സ്ഥലമാണ്. ഈ സിമെൻറ്റും മഞ്ഞും ഒക്കെ അല്ലേ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ആ ഒരു ഗ്രൗണ്ടല്ല, ദൈവത്തിൻ്റെ വെളിപ്പാട് കേൾക്കേണ്ട സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ഒരു ആന്തരിക ബാഹ്യമായൊരു ചർച്ച എന്നുള്ളതിനേക്കാളും നമ്മൾ കാണേണ്ടത്, വെളിപ്പാടുണ്ടാകേണ്ടത് നമ്മുടെ ആത്മാവിലാണെങ്കിൽ നമ്മുടെ നടപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനത്തെ നമ്മൾ നിഷേധിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം മോശയ്ക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. 40 വർഷം മിസ്രൈമിൽ പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, 40 വർഷം മരുഭൂമിയിൽ നടന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് എല്ലാം കളഞ്ഞിട്ട് നഗ്നപാതനായിട്ട് ആദ്യം തൊട്ട് ഒന്നും കൂടെ നടക്കാൻ, കുഞ്ഞു നടക്കുമ്പോൾ ചെരുപ്പിട്ടാണോ ആദ്യം നടക്കുന്നത്? ആണോ അല്ലയോ? അല്ല. അപ്പോൾ വെളിപ്പാട് കേട്ട് തുടങ്ങുമ്പം എന്ത് ചെയ്യണം? ആദ്യം തൊട്ടൊരു നടപ്പും കൂടെ നടക്കാൻ മോശയെ വിളിക്കുക എന്ന് പറഞ്ഞ് ഇതുവരെയുള്ള ലോകത്തിൻ്റെ നടപ്പിൽ അവൻ ലഭിച്ച പാഠങ്ങളല്ല ഇനി അവനെ നടത്താൻ പോകുന്നത്. ഇനി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പാഠങ്ങളാണ് അവന് നടത്താൻ പോകുന്നത്. ഞാൻ ഓങ്കോളിൽ പോയി ഒരു 6 മാസത്തിനുള്ളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ നിക്കോദേമോസിനെ പോലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം എന്ന് പറഞ്ഞാൽ, നിക്കോദേമോസിൻ്റെ കർത്താവ് എന്താ പറഞ്ഞത്? നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, പക്ഷെ കർത്താവിനോട് പറഞ്ഞു, പഴയ ജഡം വെള്ളത്തിൽ മുങ്ങാതെ, നശിക്കാതെ, മരിക്കാതെ പുതിയതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്ന് വരെ പഠിച്ച പാഠങ്ങൾ, ബൈബിൾ കോളേജ് ലെസൺസ്, കോണ്ടെക്സ്റ്റൽ സ്റ്റഡീസ്, എന്തൊക്കെയാണോ ഇസ്രായേലിൻ്റെ ചരിത്രം, ഇതെല്ലാം കൂടെ വലിച്ചു കെട്ടി വിറ്റ് കടല വാങ്ങിച്ച് കഴിച്ചു. ബൈബിൾ മാത്രം. ഞാൻ 2011 ശേഷം ഒരു പുസ്തകം വായിച്ചിട്ടില്ല, റിയലി ബൈബിൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു, ഇത് മാത്രം. അതെന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. കാരണം മറ്റു പുസ്തകങ്ങൾ വായിച്ച 100,000 ആശയങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഐ വാണ്ടഡ് ടു ബി സ്റ്റിൽ വിത്ത് ഗോഡ് സോ ദാറ്റ് ഗോഡ് ക്യാൻ സ്പീക്ക് ടു മീ. വേറൊന്നും വേണ്ട, വേറൊരു കമൻട്രി ഇല്ല, ഒരു വകയില്ല. ഒള്ളി ദ ബൈബിൾ. ഇത് മാത്രം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വെളിവുണ്ടായത് തലയ്ക്ക്. കാരണം വെൻ വി ഡോണ്ട് ഹിയർ അതർ വോയിസസ്, എന്തൊരു മനോഹരമായിട്ടാണ് ദൈവം സംസാരിക്കുന്നറിയോ. പ്രസംഗം കേൾക്കരുതെന്നല്ല, പുസ്തകം വായിക്കരുതെന്നല്ല, വായിക്കണം. പക്ഷേ ബൈബിൾ മാത്രമായിരിക്കണം നിങ്ങളുടെ ആത്യന്തികമായി സംസാരിക്കുന്നത്. ഓക്കെ, നല്ലതാണോ ചീത്തയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നതല്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ഇൻ ദ ബൈബിൾ? അതാണ്. വാട്ട് ഡസ് ദ ബൈബിൾ സേ? വേദപുസ്തകം എന്താ പറയുന്നത്? റെവലേഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ലഭിക്കുന്നത്. വിശുദ്ധിയിലാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്റ്റിൽനെസ്സാണ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. എന്നോടൊരാൾ ചോദിച്ചു, എനിക്ക് ബൈബിൾ പഠിക്കണമെന്നുണ്ട്, ഏത് ബൈബിൾ കോളേജിൽ പോകുന്നതാണ് നല്ലത്? എനിക്കൊരു ബൈബിൾ കോളേജ് റെക്കമെൻഡ് ചെയ്യാമോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതാ എൻ്റെ ഉത്തരം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാ ബൈബിൾ കോളേജിൽ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വചനം പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ബൈബിൾ കോളേജിൽ പോകുന്നതിനേക്കാളും എളുപ്പമുള്ള, എന്നാൽ കുറച്ചുകൂടെ ചിലവുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതെന്ത് വഴി? ഞാൻ പറഞ്ഞു, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിതാവ് ആത്മാവിനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും, ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും എന്ന് പറഞ്ഞത് അർത്ഥം, ദൈവം നമ്മളോട് എന്താ പറയുന്നതെന്ന് അറിയാൻ ഒറ്റ പണി ചെയ്താൽ മതി. ഇപ്പോൾ അറിയാവുന്ന കൽപ്പന അങ്ങ് അനുസരിക്കേ, അപ്പോൾ ബാക്കി എന്താ അനുസരിക്കേണ്ടതെന്ന് ദൈവം വെളിപ്പെടുത്തിക്കോളും. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? രാവിലെ അപ്പൻ എന്നോട് പറയുക, എടാ പോയി ഒരു പാക്കറ്റ് പാല് മേടിച്ചുകൊണ്ട് വേണം. ഞാൻ പോയൊന്നുമില്ല. ഒരു 10 മണിയായപ്പോൾ ഞാൻ അപ്പൻ്റെ അടുത്ത് ചോദിക്കും, അപ്പം ഇനി എന്നാ ചെയ്യാനുള്ളത്? രാവിലെ പാല് മേടിക്കാൻ പറഞ്ഞിട്ട് നീ പോയോ? പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നേ? അല്ല, അപ്പൻ എന്തെല്ലാം ചോദിക്കും പറയും എന്നൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്.
അപ്പം പറയൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ എന്തിനാ ബൈബിൾ കേൾക്കുന്നതെന്നറിയോ? ഈ കർത്താവ് എന്തൊക്കെ പറയുമെന്നൊന്നറിയാം, അനുസരിക്കാനല്ല. അനുസരിച്ച് തുടങ്ങിയേ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. നിർത്താതെ സംസാരിക്കുന്ന ഒരാളാണ് ദൈവം. എനിക്ക് എത്രയോ പ്രാവശ്യം അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അശരീരിയായിട്ട് ശബ്ദമായിട്ട് 2 പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. പക്ഷെ ജീവിതത്തിലുടനീളം ഈ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. കാരണം അത് മക്കളോടുള്ള അപ്പൻ്റെ സ്നേഹം. അവൻ സംസാരിക്കാതിരിക്കത്തില്ല. പക്ഷെ അതിന് നമുക്ക് ഒരു ശാന്തമായ നുറുക്കപ്പെട്ട ഹൃദയം ഉണ്ടാകണം. എങ്കിലേ നമുക്കിത് കേൾക്കാൻ സാധിക്കുള്ളൂ. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നത്? ഞാനൊരു എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ സ്ത്രീയായിട്ട് ജനിക്കുന്ന ഭയങ്കര പെയിൻഫുൾ എക്സ്പീരിയൻസാണ്. പ്രഗ്നൻസി, ഡെലിവറി, കുഞ്ഞുങ്ങളെ വളർത്തൽ, എങ്ങനെ എന്ത് കഷ്ടപ്പാടാ വേദന നിങ്ങൾ സഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സത്യത്തിൽ എനിക്കിതറിയാവോ? ആർക്കിതറിയാവുന്നേ? ഇതാർക്കാ അറിയാവുന്നേ? ഇത് ഭാര്യയ്ക്ക് അറിയാവുള്ളൂ, എനിക്കറിയാൻ മേല. എനിക്കൊരു വിവരം മാത്രമേ ഉള്ളൂ. അറിവ് വേറെ, വിവരം വേറെ. എനിക്ക് അറിവുണ്ട് ഇതൊക്കെ എങ്ങനെയാണ്, അല്ല വിവരമുണ്ട്, അങ്ങനെ ഒരു വിവരമുണ്ട്. പക്ഷെ എനിക്കറിയാൻ മേല. എത്രവർക്ക് മനസ്സിലായി വ്യത്യാസം? അപ്പം സത്യം പറഞ്ഞാൽ ഇതിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വിവരം ഉണ്ടാവുക, മറ്റൊന്ന് അറിവുണ്ടാവുക, 3ാമത്തെ പരിജ്ഞാനം ഉണ്ടാവുക. ഞാൻ നിങ്ങളോട് ഈ 4 ദിവസം സംസാരിച്ച് 4ാമത്തെ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പരിജ്ഞാനത്തെക്കുറിച്ചാണ്. വിവരത്തെക്കുറിച്ചോ അറിവിനെക്കുറിച്ചോ അല്ല. വിവരം എന്ന് പറഞ്ഞാൽ ഇതാണ്, എനിക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പം ഞാൻ പാസ്റ്റർ എന്ന് പറയാം, പാസ്റ്ററെ എനിക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രയാസമാണല്ലോ. അപ്പോൾ പാസ്റ്റർ പറയാണ്, പ്രാർത്ഥിക്കും ബ്രദറെ, ദൈവം ഉത്തരം തരും. അപ്പോൾ എനിക്കൊരു വിവരം കിട്ടി. എന്താ വിവരം? പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. അതാണ് വിവരം. ഞാൻ പോയി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പൈസ തന്നു. അപ്പോൾ വിവരം എന്തായി മാറി? അറിവായി മാറി. അപ്പം ഞാൻ ആൾക്കാരുടെ ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, അറിയാമോ ദൈവം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. അറിവായി മാറി. മനസ്സിലായോ? അപ്പം എനിക്ക് 4 പേരോട് പറയാം, 4 ആവശ്യം ഉണ്ടായാലും എനിക്ക് എന്ത് ചെയ്താൽ മതി? ദൈവത്തോട് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഏത് ആവശ്യം ആരോടെ പറയാവൂ? ദൈവത്തോടെ പറയാവൂ. ദൈവത്തോട് പറഞ്ഞാൽ മതി. ഓക്കെ? സഹോദരങ്ങളോട് പറയരുതെന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രാഥമികമായി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത് വെച്ചിരിക്കണം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം, അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതെന്താണെന്നറിയോ? പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറയാം, അത് ബ്രദറെ നമുക്കെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടതയും പ്രയാസവും ദുഃഖവും എല്ലാം വരും. നമ്മൾ പൈസ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും ജീവിക്കുന്നത്. ദൈവം നടത്തിക്കോളും, ഡോണ്ട് ബോദർ. പരിജ്ഞാനം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നിന്റെ സ്ഥാനത്ത് ക്രിസ്തു ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ നിനക്കറിയണോ? ഈ കഷ്ടതയിലൂടെ ദൈവം നിന്നെ അത് പഠിപ്പിക്കും. പരിജ്ഞാനം. ഇത് നമുക്ക് അനുഭവിച്ച് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് വിശുദ്ധിയിൽ മാത്രം കിട്ടുന്ന വെളിപ്പാടാണ്. വാട്ട് വുഡ് ജീസസ് ഡു? യേശു എന്ത് ചെയ്യുമായിരുന്നു? ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? ഒരു ഉത്കണ്ഠ ഉണ്ടായാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? വിഷമം ഉണ്ടായാൽ യേശു എന്ത് ചെയ്യുമായിരുന്നു? ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഉത്തമമായ ഒന്നുണ്ട്, അത് ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ പരിജ്ഞാനമാണ് നമ്മളെ തികഞ്ഞവരും വിശുദ്ധരുമാക്കി മാറ്റുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട്, വചനം വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല പാസ്റ്ററെ. എന്താ കാര്യം? എന്താ കാര്യം? അനുസരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. അതെൻ്റെ ജീവനായിട്ട് വിശ്വാസമാക്കി മാറ്റാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. എനിക്കിത് കേട്ടാൽ മതി, ഇൻട്രസ്റ്റാണ്. ഈ 2 തരം മതങ്ങളുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ ജാഗ്രതയുള്ളതായിരിക്കണം. ഒന്ന്, നമ്മുടെ ഇടയിൽ നടക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുന്ന ഒരു ജനം, അതാണ് പ്രാഥമിക ലെവൽ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ട് അന്വേഷിച്ച് നടക്കുന്ന ജനമുണ്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ. എന്നോട് പലരും ചോദിക്കണം, ഇനി വേറെ തോട്ട് വല്ലതും ഉണ്ടോ ബ്രദറെ? ഉള്ളതെല്ലാം കേട്ടു. CD വല്ലതും ഇറക്കിയിട്ടുണ്ടോ? ഞാൻ പറയും, എൻ്റെ സഹോദര, ഉള്ളത് ജീവിക്കേ, ദൈവം സഹായിക്കട്ടെ. കാരണം നമുക്ക് ജീവിക്കേണ്ട തോട്ട്സ് കേട്ടോണ്ടിരുന്നാൽ മതി. നല്ല തോട്ട്സ് ആയിരുന്നു, ജീവിച്ചോ. തോട്ട്സ് ഇഷ്ടപ്പെട്ടു. ഒന്നുകിൽ യഹൂദൻ അടയാളം അന്വേഷിച്ച് നടക്കും, അല്ലെങ്കിൽ യവനൻ ജ്ഞാനം അന്വേഷിച്ച് നടക്കും. ക്രൂശിതനായ ക്രിസ്തുവിനെ അന്വേഷിച്ച് ആ ക്രൂശിൻ്റെ പടിയിലോട്ട് ചെന്ന് അവൻ്റെ ജീവൻ പ്രാപിക്കാൻ ഒരുത്തനും വേണ്ട.
ഈ രണ്ട് മതങ്ങൾ ഞങ്ങളാ മിടുക്കരെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മണ്ടന്മാരായ കുറേ പേരെങ്കിലും ചെന്ന് ക്രൂശിൻ്റെ അടുത്ത് ചെന്നിട്ട് വേണം, കർത്താവേ നിന്റെ ജീവൻ അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കേൾക്കുന്ന വചനം മുഴുവൻ ജീവനായി മാറണം, വിശ്വാസമായി മാറണം. റെവലേഷൻ്റെ തലത്തിൽ കർത്താവിൻ്റെ അടുത്തുനിന്ന് കേൾക്കണം, അവൻ്റെ ജീവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഇതൊരു അക്കാഡമിക് ക്ലാസ് ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ് ടു ടെൽ യു. ഇത് നിങ്ങളോട് ദൈവം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യേശുവിൻ്റെ ജീവൻ അനുഭവിക്കാനുള്ള കൃപയുടെ വാതിൽ പൂട്ടിയിട്ടില്ല. കൃപാസനം ഇപ്പോഴും തുറന്നു കിടക്കുന്നു. സന്ധ്യ ആകാൻ പോകുന്നു. ആർക്കും പ്രവർത്തി വിടാൻ പറ്റാത്ത ഒരു രാത്രി വരുന്നു. നിങ്ങൾ ക്രിസ്തുവിലേക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴികളിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനെ പിടിച്ചിരിക്കുന്നോ അത് വ്യർത്ഥമാണ്. യേശുവിനെ അല്ലാതെ വേറെ ആരെയും പിടിച്ചാലോ അത് വ്യർത്ഥമാണ്, അല്ലേ? പണ്ട് ഒരു രാജകുമാരുടെ കഥയുണ്ട്, ഒരു തവളയ്ക്ക് ഉമ്മ കൊടുത്ത കഥ. അറിയാമോ? അത് പിള്ളേർക്ക് അറിയാമായിരിക്കും. ഈ ഒരു തവളയോട് രാജകുമാരിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി ആഹാരമൊക്കെ കൊടുത്തിട്ട് അവസാനം ഇല്ലേ കഥ, അതൊന്നും പറയാൻ സമയമില്ല. അതിന് ഒരു ഉമ്മ കൊടുത്തപ്പോൾ ഈ തവള ഒരു രാജകുമാരനായിട്ട് മാറി. ഇത് ശാപം കിട്ടിയ രാജകുമാരനായിരുന്നു. ആ രാജകുമാരനെ ഉമ്മ വെച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ ലോകത്തുള്ള ഏത് തവള ഉമ്മ വെച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി? എല്ലാ തവളകളും ആരായിട്ട് മാറത്തില്ല. അപ്പം നമ്മൾ അനുഗമിക്കുന്നത് കറക്റ്റ് ആയിട്ടേ കാര്യമുള്ളൂ. നിന്റെ വിശ്വാസമൊന്നും നിന്നെ പൊറുപ്പിക്കാൻ പോകുന്നില്ല. അത് വിശ്വാസം സത്യമാണെങ്കിൽ മാത്രമേ നമ്മളെ പൊറുപ്പിക്കത്തുള്ളൂ. ഓക്കെ? അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഒരടയാളം ദൈവവുമായുള്ള സ്വസ്ഥതയാണെങ്കിൽ അടുത്ത അടയാളം അത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയും, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ട് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു റിട്ടേൺ ഇല്ല. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ദാറ്റ് വിൽ ബി എൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. പലരും വന്ന് ചോദിക്കാറുണ്ട്, ഈ കല്യാണമൊക്കെ എടുക്കാൻ നേരത്ത് ഇത് ദൈവഹിതമാണോ എന്ന് പ്രാർത്ഥിച്ച് പറയണം പാസ്റ്ററെ. എൻ്റെ പിള്ളേർ ഈ കോഴ്സിന് പോവുക, അത് ദൈവഹിതമാണോ ഈ സ്ഥലത്ത് പോകുന്നതെന്ന് പ്രാർത്ഥിച്ച് പറയണം. നിങ്ങൾക്ക് ആ ഗതികേട് ഉണ്ടാകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ദൈവഹിതം അറിഞ്ഞോ ജീവിക്കുന്ന ഒരാൾക്ക് തക്ക സമയത്ത് ഒരു ക്രൈസിസ് ഉണ്ടാവില്ല. അവൻ അറിയാമായിരിക്കും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്. സ്വാഭാവികമായി അവനത് വെളിപ്പെട്ടിരിക്കും. എന്നാൽ ജീവിതത്തിൽ മുഴുവൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് പെട്ടെന്നൊരു സന്ദർഭം വരുമ്പം പെട്ടെന്ന് ദൈവമേ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, അറിയണം. അപ്പം സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് നമുക്ക് ഓടേണ്ടതായിട്ട് വരും. അപ്പോൾ തുടർച്ചയായിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് പോകണം. നമുക്ക് ഒരു വിശുദ്ധിയുടെ അടുത്ത അടയാളം നമുക്ക് നോക്കാം. അത് ദൈവത്തിന് നമ്മുടെ കൂടെയുള്ള വാസം. പുറപ്പാട് പുസ്തകം 25:8 നമുക്ക് വായിക്കാം. പുറപ്പാട് 25:8. ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം. നേരത്തെ നമ്മളൊരു വിശുദ്ധ ദിവസത്തെ കണ്ടു, വിശുദ്ധ സ്ഥലത്തെ കണ്ടു. ഇപ്പോൾ ആരാധന നടക്കുന്ന ഒരു വിശുദ്ധ മന്ദിരം വേണം. ഇന്ന് രാവിലെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു. അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ ഗതികേടാണ് ഞാൻ കാണുന്നത്. അവൻ പറയാണ്, എനിക്ക് വസിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരുത്തൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആദ്യം തുടങ്ങിയപ്പം ഒരു അതിവിശുദ്ധ സ്ഥലം ആത്മാവ്, വിശുദ്ധ സ്ഥലം പ്രാകാരം. അങ്ങനെയാ മനുഷ്യൻ. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. ആത്മാവ്, ദേഹി, ദേഹം. അതുകൊണ്ടാണ് ദൈവം അവനെ ഊതി, അവന് പ്രാണൻ കൊടുത്ത് ജീവിക്കുന്ന ദേഹിയാക്കി അവനെ മാറ്റി. അവനെ വേർതിരിക്കാനുള്ള കാരണം അവൻ്റെ അതിവിശുദ്ധ സ്ഥലമായ ആത്മാവിലാണ് ദൈവത്തിന് വസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ഉണ്ടാക്കാൻ ദൈവം പറയുമ്പോൾ അതിൻ്റെ മാതൃക ഒരു മനുഷ്യൻ തന്നെയാണ്. അതായത് അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവുമുള്ള ഒരു മനുഷ്യൻ്റെ സ്വരൂപത്തിലാണ് അവൻ എന്തിനുണ്ടാക്കിയിരിക്കുന്നത്? ഒരു ടെമ്പിളിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈവം അധിവസിക്കുന്ന എവിടെയാണ്? ആത്മാവില, അതിവിശുദ്ധ സ്ഥലത്താണ്. അവൻ്റെ തേജസ് ഇറങ്ങേണ്ടത് എവിടെയാണ്? അതിവിശുദ്ധ സ്ഥലത്താണ്. അവനിപ്പോൾ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഇടയിൽ എനിക്ക് വസിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന സ്പെസിഫിക്കേഷനിൽ നിങ്ങളൊരു ആലയം പണിയും, അവിടെ ഞാൻ വസിച്ചോളാം. കാരണം നിങ്ങളെ വിട്ട് പോകാനും എനിക്കിഷ്ടമില്ല, നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിടാനും ഇഷ്ടമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാനൊട്ട് സ്ഥലവുമില്ല. കാരണം അത് അൺക്ലീനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കാൻ വേണ്ടി ഇന്ന രീതിയിൽ നിങ്ങളുടെ അതേ ഷേപ്പിൽ
ഒരു ആലയം എനിക്ക് പണിത് തരണം. ഇത് ദൈവത്തിൻ്റെ വേദനയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിൽ വസിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ വേദന. അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തം നമ്മളെ ക്ലീൻ ചെയ്ത് അവന് വസിക്കാവുന്ന ഒരാലയമാക്കി നമ്മളെ മാറ്റി. നമ്മുടെ അതിവിശുദ്ധ സ്ഥലത്ത് ആത്മാവിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി ആവസിച്ച് നമ്മുടെ ശരീരത്തെ അവൻ്റെ മന്ദിരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് വിശുദ്ധി നമുക്കുണ്ടാകുന്നത് ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നത് കൊണ്ടാണ്, നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുകയുള്ളൂ. ഇഫ് യു ആർ ലിവിങ് യുവർ ഓൺ ലൈഫ്, യു ആർ നോട്ട് ഹോളി. യേശുവിൻ്റെ ജീവൻ നമ്മളിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശുദ്ധരാകുന്നുള്ളൂ. ഇറ്റ് ഈസ് ഓൾസോ ദ ഇൻഹാബിറ്റിംഗ് ഓഫ് ഗോഡ് എമംഗ് us. ഹോളിനെസ് എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും ദൈവം ഞങ്ങളുടെ വീട്ടിൽ വസിക്കുന്നു, ഞങ്ങളിൽ വസിക്കുന്നു, ഞങ്ങളിലൂടെ നടക്കുന്നു, ചിന്തിക്കുന്നു, കാണുന്നു? അവൻ്റെ ജീവൻ എൻ്റെ ആലയം, ജീവനുള്ള ഒരാലയം അവനുണ്ട് എൻ്റെ വീട്ടിൽ. ജീവനുള്ള ഒരാലയം എൻ്റെ ഉണ്ട്, അവന് വേണ്ടി എൻ്റെ വീട്ടിൽ ഉണ്ട്. ഇന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ കൈപ്പണിയായ ദേവാലയങ്ങളിൽ അല്ല, ദൈവം കൈപ്പണിയായ ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല. എന്നിട്ടും ഇത് പണിയാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? യഥാർത്ഥ ദേവാലയത്തിൻ്റെ ഒരു നിഴലായിട്ടാണ് ഈ ദേവാലയം അവിടെ പണിത്. പൂർണ്ണ തേജസ്സോടെ നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ശരിക്കും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുമാണ്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നത് ക്രിസ്തുവിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ എപ്പോഴും പിതാവുമായി ശാന്തമായി സ്വസ്ഥമായിരുന്നു. അവനൊരിക്കലും ഒരു അജിറ്റേഷൻ ഉണ്ടായിട്ടില്ല. 2, അവൻ എപ്പോഴും പിതാവിൽ നിന്ന് കേട്ടുകൊണ്ടേയിരുന്നു. 3, അവനും പിതാവും ഒന്നായിരുന്നു. എപ്പോഴും അവനിൽ ആത്മാവിൻ്റെ നിറവുണ്ടായിരുന്നു. ഇതാണ് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ 3 ഘടകങ്ങൾ. ഇനി നമുക്ക് മുൻപോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം. പതിനൊന്ന്, 12, 13 വാക്യം, 14 വരെ. മഹാപുരോഹിതൻ അപ്പം രക്തം അകത്തോട്ട് കൊണ്ടുപോകും, ഉടൽ എന്ത് ചെയ്യും? പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയുന്നു. ഓക്കെ, അടുത്ത വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് അവൻ്റെ ശരീരം ചുട്ടുകളയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ കത്തിച്ചു കളഞ്ഞെന്നല്ല, കഷ്ടം അനുഭവിച്ചു. അതായത് ഒരു യാഗമൃഗത്തെ പോലെ അവൻ വെളിയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, നഗരത്തിന് വെളിയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ അവൻ്റെ രക്തം എവിടെ നമ്മൾ എങ്ങനെ ശുദ്ധീകരിച്ചു? കൃപാസനത്തിന്മേൽ തളിക്കപ്പെടുകയായിരുന്നു. ആ ഏകയാഗത്താൽ പിതാവിൻ്റെ മുമ്പിലുള്ള ഇറ്റേണൽ യാഗപീഠത്തിന്മേൽ യേശുവിൻ്റെ രക്തം നമുക്കായി തളിക്കപ്പെടുമ്പോൾ അവൻ്റെ ശരീരം എന്ത് സംഭവിക്കുമായിരുന്നു? നഗരത്തിന് പുറത്ത് ഒരു മൃഗം കഷ്ടം അനുഭവിക്കുന്ന പോലെ, ഒരു യാഗമൃഗം അവൻ്റെ ശരീരം ചുട്ടുകളയുന്ന പോലെ ശരീരത്തിൽ വേദന അനുഭവിച്ച് കർത്താവ് മരിച്ച എന്തിനു വേണ്ടിയാണ്? നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ടു സാങ്ക്ടിഫൈ us. അടുത്ത വാക്യം. ആകയാൽ നാം എന്ത് ചെയ്യണം? അവൻ്റെ നിന്ദ ചുമന്നും കൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുവിൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെപ്പറേഷൻ എന്നാണ്, വേർപാട്. പാളയത്തിനകത്തല്ല, നമ്മൾ പാളയത്തിന് പുറത്താണ്. നമ്മൾ ചുമക്കുന്നത് ലോകത്തിൻ്റെ മാനമല്ല, ക്രിസ്തുവിൻ്റെ നിന്ദയാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത്, യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മാനമല്ല, ക്രിസ്തുവിൻ്റെ നിന്ദയാണ്, ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ഇത് നമ്മൾ വളരെ ചെറുപ്പത്തിലെ പഠിക്കേണ്ട ഒരു പാഠമാണ്. എന്താണ് വേർപാട്? എന്താണ് നിന്ദ? വേർപാട് നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ വേർപാട് ബൈ അപ്പിയറൻസ് ആണ്. അതായത് ദൃശ്യമായ വേർപാട്. കാണുന്നതിനാലുള്ള വേർപാടല്ല, കാണാത്തതിനാലുള്ളൊരു വേർപാടുണ്ട്. അതാണ് യേശു അവൻ്റെ ജീവിതകാലത്ത് മുഴുവൻ അനുസരിച്ചത്. കാണാത്ത വേർപാടാണ്. ഈ കാണുന്ന വേർപാടെന്ന് പറഞ്ഞാൽ, എന്നെ കണ്ടാൽ അറിയാം ഞാൻ ആരാന്ന്, അല്ലേ? വഴിയിൽ വേഷത്തിൽ പോകുന്ന കണ്ടാൽ എല്ലാവർക്കും ഒരു സംശയം തോന്നി, ഒരു ഉപദേശിയായിരിക്കും.
കാണുന്ന വേർപാടാണ്. അത് വേണ്ടെന്നല്ല, അതല്ല യഥാർത്ഥ വേർപാടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള വേർപാടെന്ന് പറയുന്നത്, ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല, ഞാൻ ഡിസിപ്ലിൻഡാണ്, ഞാൻ ഡീസൻ്റാണ്, അതാ ഞാൻ മാന്യനാണ്, ഒരു തെറ്റും ചെയ്യുന്നില്ല. അത് രണ്ടാമത്തെ തരത്തിലുള്ള വേർപാടാണ്. അവിടെ നീ ക്രിസ്ത്യാനിയാകണമെന്ന് പോലുമില്ല, അവിടെ നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ. ഒന്ന് ആചാരപരമായ വേർപാട്, അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അവരവരുടേതായൊരു വേർപാട്. ഇപ്പം നമ്മൾ നമ്മുടേതായൊരു വേർപാട് അനുഷ്ഠിക്കുന്നു, മുസ്ലിങ്ങൾ അവരുടേതായൊരു വേർപാട് അനുഷ്ഠിക്കുന്നു. മുസ്ലിങ്ങളുടെ സ്ത്രീകൾക്ക് വേർപാടുണ്ട് അല്ലേ, നമ്മളെക്കാളും. അല്ല, അവരുടെ വസ്ത്രധാരണം എല്ലാം എവിടെ നോക്കിയാലും മനസ്സിലാവും. നമ്മൾ അത്രയും മനസ്സിലാവില്ല. അപ്പം വേണേൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കി അവരെ ഏറ്റവും വേർപാടുള്ളൂ എന്ന് പറയാൻ പറ്റും അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ ഓരോ മതങ്ങൾക്കും അവരുടെ വേർപാട്, മറ്റുള്ളവരിൽ നിന്ന് അവരെ വേർതിരിക്കുന്ന കുടങ്ങളുണ്ട്, കലങ്ങളുണ്ട്, ഉപ്പുപാത്രങ്ങളുണ്ട്. IPC ഉപ്പുപാത്രം, ചർച്ച് ഓഫ് ഗോഡ് ഉപ്പുപാത്രം, ഹിന്ദു ഉപ്പുപാത്രം, മുസ്ലിങ്ങളുടെ ഉപ്പുപാത്രം, അതിനകത്തെല്ലാം കുറേ ഉപ്പുകളുമുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രുചി കൊടുത്തുകൊണ്ടിരിക്കും. ഇത് പൊട്ടിച്ച് ലോകത്തിലോട്ട് വിതറിയാൽ ഇത് ലോകത്തിന് രുചി കൊടുക്കുകയുള്ളൂ. അത് ചെയ്യില്ല. ഇതെല്ലാം ഓരോരോ കെട്ടുകെട്ടായിട്ടിരിക്കുക. എന്നെ കാണുമ്പോഴറിയാം IPC-കാരൻ അല്ല ചർച്ച് ഓഫ് ഗോഡുകാരൻ. ഇത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനകത്തൊരു അപകടം ഉണ്ട് എന്ന് ഞാൻ പറയായിരുന്നു. ഒരു കോമൺ മാൻ ആകാൻ പറ്റാത്ത, അതായത് ഒരു സാമാന്യ ജനം, എൻ്റെ അടുത്ത് കിടക്കുന്ന ഹിന്ദുവിന് അവരിൽ ഒരാളായ എന്നെ കാണാൻ പറ്റാത്തൊരു അപകടമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ക്രിസ്തു അങ്ങനെ എല്ലാവരിലും എല്ലാവരും ആയിരുന്നു. ഓക്കെ, ലീവ് ഇറ്റ് ദെയർ. വേർപാടെന്ന് പറയുന്നത്, യഥാർത്ഥ ആന്തരികമായ വേർപാടെന്ന് പറയുന്നത്, ലോകം മുഴുവൻ എന്ത് ശരി, നന്മ എന്ന് വിചാരിക്കുന്നു അതൊരു തരം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ അവരിൽ നിന്നെല്ലാം വേർപെട്ടവനാ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ലോകം മുഴുവൻ സക്സസ് എന്ന് പറയുമ്പം ഞാൻ പറയും ഫെയ്ത്ത്ഫുൾനെസ്. എത്രവർക്ക് മനസ്സിലായി? ലോകമെല്ലാം തല നിവർന്ന് നടക്കുമ്പം ഞാൻ ഒരാൾ മാത്രം തലയും കുത്തി നടക്കുന്നു. ഇതിനെ വേർപാടെന്ന് പറയുന്നത്. എത്രവർക്ക് മനസ്സിലായി? സത്യത്തിൽ ഞാനാ നേരെ നടക്കുന്നത്, അവരാ തലയും കുത്തി നടക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല. ഇപ്പം നേരെ തിരിച്ചു തോന്നും. അപ്പോൾ ലോകം എന്ത് ചിന്തിക്കുന്നു അതിൽ നിന്ന് വേറിട്ട ഒരു ചിന്ത, അപ്പം നിന്ദ ഉണ്ടാവും. ഈ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പിയർ പ്രഷറാണ്. അവരുടെ പിള്ളേരെല്ലാം ഫുട്ബോൾ കമൻട്രി, സിനിമയുടെ കഥയും പറയുമ്പോൾ ഇവന്മാർക്ക് സിനിമാ കഥ പറയാനും അറിയാൻ മേല. നീയൊക്കെ എവിടെ നിന്ന് വന്നവനാടാന്ന് അവർ ചോദിക്കും. ഇവര് എന്താ നല്ല സ്റ്റൈലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന കാണുമ്പം നമ്മൾ ഈ പഴഞ്ചൻ സ്റ്റൈലൊക്കെ ആയിട്ട് ചെല്ലുമ്പം, ഉപദേശി സ്റ്റൈലൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവർ പറയും എന്താ. പിന്നെ പല ഇരട്ടപ്പേരുകളും വീഴും അല്ലേ, പല ഇരട്ടപ്പേരുകളും വീഴും. ഇതിനേക്കാളൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വഭാവത്തിൽ ഇപ്പോൾ കോപ്പി നമ്മുടെ പോയി, ഞാൻ ചെറുപ്പത്തിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോപ്പിയടി നിർത്തിയതാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ടും കോപ്പി അടിക്കുന്നത്. അതെങ്ങനെ നിർത്തിയെന്ന് ഞാൻ പറയാം. മെഴുകുതിരി കത്തുന്നത് കെമിക്കൽ ചേഞ്ചാണോ ഫിസിക്കൽ ചേഞ്ചാണോ എന്നാണ് ചോദ്യം. ഞാൻ നല്ല സന്തോഷമായിട്ടത് ഫിസിക്കൽ ചേഞ്ച് എന്ന് എഴുതി 4ാമത്തെ ക്ലാസ്സിലാട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ക്ലാസ്സിനും ഓർക്കുന്നുണ്ട്, ടീച്ചറിനും ഓർക്കുന്നുണ്ട്. ടീച്ചർ ഒന്ന് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ കാണിച്ചത് ഇതെന്താ എഴുതിയേക്കുന്നത്? ഞാൻ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അല്ലല്ല, അത് കെമിക്കൽ ചേഞ്ചാന്ന് പറഞ്ഞു. ഞാനത് വെട്ടി കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതി. ആ ദുഷ്ടയായ ടീച്ചർ അതിൽ കട്ട് ചെയ്ത് 0 മാർക്ക് ഇട്ടു. 1 മാർക്ക് പോയി. ഞാൻ അവിടെ ചെന്ന് ടീച്ചറോട് ചോദിച്ചു, ടീച്ചറല്ലേ പറഞ്ഞു തന്നത് ഇത് കെമിക്കൽ ചേഞ്ചാണ്? ഞാൻ ശരി ഉത്തരം എഴുതിയതല്ലായിരുന്നു. ടീച്ചർ പറഞ്ഞു മേലാൽ എക്സാമിനേഷൻ ഹോളിൽ ആര് പറയുന്നതും കേട്ട് എഴുതരുത്. ഒരു പാഠം പഠിപ്പിച്ചതാണ് 4ാം ക്ലാസ് വെച്ച്. ഇങ്ങനത്തെ ടീച്ചർമാരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടണം. പിന്നെ സൺഡേ സ്കൂളിൽ, നമ്മുടെ പള്ളിയുടെ ഒന്നും അല്ല കേട്ടോ, പഴയ പള്ളിയുടെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഡിസ്ട്രിക്ട് ലെവൽ മത്സരമൊക്കെ. അപ്പം സാർമാരൊന്ന് പറഞ്ഞു തരും ഉത്തരം. അവിടെ കള്ളത്തരത്തിനൊരു ലൈസൻസാണ്. അപ്പോൾ എനിക്ക് ഈ ടീച്ചർ ഓർമ്മ വരും. ഈ ടീച്ചർ ഓർമ്മ വരുമ്പോൾ ഞാൻ പറയും എന്നോട് പറയരുത് പ്ലീസ്, ഞാൻ എഴുതിയേക്കും തെറ്റായിരിക്കും. ഇത് വന്ന് ഇപ്പം മറ്റുള്ളവർ നമ്മളെ മണ്ടന്മാരെന്ന് വിളിക്കുമ്പം, അന്നൊക്കെ ഞാൻ എൻ്റെ സ്വയനീതിയിൽ അത് ചെയ്യുന്നുണ്ടിരുന്നു. ഇപ്പം പറയാം കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നേ, കർത്താവ് എന്ത് ചെയ്യും? അതേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചെയ്യുമായിരിക്കും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഈ വിശ്വാസികളായ ടീച്ചേഴ്സ് അടിച്ചോ കുഴപ്പമില്ല എന്ന് പറയുമ്പം ഞാൻ പറയും പറ്റില്ല. ടീച്ചർമാരെല്ലാം പറയും പുസ്തകം നോക്കി എഴുതിക്കോ. അപ്പം ഞാൻ മാത്രം എഴുതാതിരുന്ന അവന്മാരെല്ലാം റാങ്ക് മേടിക്കും. അവരെല്ലാം പുസ്തകം നോക്കി എഴുതിയ എന്ത് അഡ്വാൻറ്റേജാ? ഞാൻ മറന്നുപോയിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെയാണ്. ആ നിന്ദ സഹിച്ചാൽ, ഇതൊരു പ്രാക്ടിക്കൽ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ഒന്നും ക്രിസ്തുവിൻ്റെ നിന്ദ അവസാനിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ നിന്ദ എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കാത്ത തലത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത തലത്തിൽ അത് അങ്ങോട്ടെത്താൻ ആ വെളിപ്പാട് നമുക്ക് ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ, ഒരു കൂട്ടുകാരൻ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പം അത് ചെയ്യുന്നതല്ല ധൈര്യം, അതെനിക്ക് പറ്റില്ല എന്ന് പറയുന്നതാണ് ധൈര്യം. റിയൽ കറേജ് ഈസ് ടു സേ നോ, നോട്ട് ടു സേ യെസ്. കൂടെ പോകുന്നതല്ല ധൈര്യം, എതിർത്ത് നിൽക്കുന്നതാണ് ധൈര്യം. ലോകം മുഴുവൻ ഒരു ഡയറക്ഷനിൽ ഒഴുകിയപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒഴുകിയ ഒരാളാണ് യേശു. എന്നിട്ട് പറഞ്ഞു അത് മുഴുവൻ നാശത്തിലേക്കാണ് മക്കളെ, ഇടുക്കുവഴി മാത്രമേ ഉള്ളൂ ജീവനിലേക്കുള്ളത്. അപ്പം ശരിക്കും ഹോളിനെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് വി ആർ സെപ്പറേറ്റഡ് എന്നുള്ളതാണ്. സെപ്പറേഷൻ. ആ ഹോളിനെസ്, സാങ്ക്ടിഫൈ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് ടു സെപ്പറേറ്റ്, ഹഗ്യാസോ എന്ന വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് സെപ്പറേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്, വേർതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് റോമാലേഖനത്തിൽ നോക്കാം. 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. അപ്പൊ പൗലോസ് ആരാണ്? സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് വിളിക്കപ്പെട്ട എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സെറ്റ് അപ്പാർട്ട് ഫോർ എ ഹോളി ഗോസ്പൽ. അപ്പൊ സുവിശേഷം വെളിപ്പെടണമെങ്കിൽ, വചനം വെളിപ്പെടണമെങ്കിൽ, അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഞാൻ ഉപദേഷ്ടാവ് എങ്ങനെയായിരിക്കണം? ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളായിരിക്കരുത്. Just as the gospel is separated from all other messages of the world, the messenger is also separated. സുവിശേഷം എങ്ങനെ ലോകത്തിലെ എല്ലാ തത്വങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നോ, ആ വിശുദ്ധ സുവിശേഷം വഹിക്കുന്ന സുവിശേഷകനും എല്ലാ ലോക ചിന്തകളുടെയും കോമൺ പാറ്റേണിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവനായിരിക്കണം. അതിൻ്റെ കാരണം എന്താണ് എന്നും കൂടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അതെന്തിനു വേണ്ടിയാണ്? എന്തിനാണ് സഭകളിൽ ശുശ്രൂഷകൾ നടക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ചെയ്സ് എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടാവ് ഇവിടെ വന്നത്? എന്തിനു വേണ്ടിയാണ് ഇവിടെ ഒരു ഇടയനുള്ളത്? എന്തിനു വേണ്ടിയാണ് ഈ സഭയിൽ ശുശ്രൂഷകൾ നടക്കുന്നത്? അത് എന്തിനു വേണ്ടിയാണ്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ ആ പ്രായത്തിനത്രയും 33.5 വയസ്സും കൊണ്ട് യേശു എന്തു നേടിയോ അത്രയും പരിപൂർണത നേടാൻ നമുക്ക് എത്ര പ്രായം കൊണ്ട് നടക്കുമെന്ന് അറിയില്ല, നടക്കുമോ എന്നും അറിയില്ല. പക്ഷെ അതാണ് ഈ സഭയുടെ ലക്ഷ്യം. സഭ തന്നെ അതിനു വേണ്ടിയാണ്. അവന്റെ പരിജ്ഞാനം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ് സഭ. എല്ലാ ശുശ്രൂഷകളുടെയും ഉദ്ദേശം യേശുവിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കാന്നുള്ളതാണ്, അല്ലാതെ ലോകത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അല്ല. അടുത്ത വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പം സഭയുടെ ഉദ്ദേശം തന്നെ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാറ്റിന് അങ്ങോട്ട്, ഒരു കാറ്റിന് ഇങ്ങോട്ട്. ഞങ്ങളുടെ ഹൈറേഞ്ചിലൊക്കെ ഈ ജീപ്പ് പോകുമ്പം ഇലകൾ ഇങ്ങനെ പറക്കും. ജീപ്പ് പോകുമ്പോഴാണ് കൂടുതൽ പറക്കുന്നത്. വലിയ ടയർ കുറച്ചുകൂടെ
അങ്ങോട്ട് പോകും, ആ ഇലകളെല്ലാം അങ്ങോട്ട് പോകും. തിരിച്ചൊരു ജീപ്പ് വരും, അതേ ഇലകളൊന്നും ഇപ്പുറത്തേക്ക്. വർഷങ്ങളായിട്ട് ഇലകൾ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷെ കിടന്നിടത്ത് തന്നെ അൾട്ടിമേറ്റ്ലി കിടക്കുന്നത്. കാരണം എന്താ? ഒരു ഉപദേശം അങ്ങോട്ട് ഹല്ലേലൂയ, അടുത്ത ഉപദേശം ഇങ്ങോട്ട് ഹല്ലേലൂയ, അടുത്ത ഉപദേശം അങ്ങോട്ട്, ഇങ്ങനെ പല ഉപദേശങ്ങളുടെ കാറ്റിനുടലാതെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? യേശു ക്രിസ്തു എന്ന തികഞ്ഞ പുരുഷൻ്റെ, തികഞ്ഞ മനുഷ്യൻ്റെ തലയോളം വളരുവാൻ, സകലത്തിലും വളരുവാൻ തക്കവണ്ണം നാം ഉപദേശം പ്രാപിക്കുവാൻ വേണ്ടിയാണ് സഭകൾ വെച്ചിരിക്കുന്ന. പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ളത് തീർന്നിട്ടില്ല. നമുക്ക് ബാക്കി അടുത്ത സെഷനിൽ, അവസാന സെഷനിൽ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ സന്ധ്യാസമയത്ത്, 7-ാം ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് നമുക്ക് അവശേഷിച്ചിരിക്കുന്ന സമയം, ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന അവസാനിക്കാത്ത നിധി സ്വന്തമാക്കാനുള്ള ഈ സമയം നമുക്ക് മാനസാന്തരത്തോടെ, അനുതാപത്തോടെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ, അവൻ്റെ വെളിപ്പാടുകളെ സ്വീകരിക്കുവാൻ, നമ്മൾ അവനൊരു ഭവനമായി മാറുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വേർപെട്ടവരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങേയുമായി ഞങ്ങൾക്ക് സ്വസ്ഥത വരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ആ സ്വസ്ഥത അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ശബ്ദം വെളിപ്പാടായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നടപ്പ് ഉപേക്ഷിച്ച് കർത്താവെ, യേശുവിൻ്റെ നടപ്പ് വിശ്വാസത്താൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്കൊരു വിശുദ്ധ മന്ദിരമായിരിക്കണമേ. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് സെപ്പറേറ്റ് ആകുവാനുള്ള ധൈര്യം, പാളയത്തിന് പുറത്ത് ക്രിസ്തുവിൻ്റെ നിന്ദ സഹിച്ച് അവൻ്റെ അടുത്ത് ചെല്ലുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ചിന്താഗതികൾ, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന വിധം, ഞങ്ങൾ പെരുമാറുന്ന വിധം എല്ലാം കർത്താവെ സെപ്പറേറ്റ് ആയിരിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.